മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധന്യമായ പല പല വിഷയങ്ങളും പൊതുപ്രഭാഷണങ്ങളിലൂടെ നടത്തിയത് 3, 4, 5 ഫയലുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കുറേയധികം ബുദ്ധിമുട്ടുകൾ വരും. 20 മിനിറ്റുള്ള ഒരു ഫയൽ കണ്ട് അതിൻ്റെ 2ാമത്തെ ഭാഗം അടുത്ത ഫയല്, 3ാമത്തെ ഭാഗം അടുത്ത ഫയല് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയിൽ 1 മണിക്കൂറോ അല്പം കൂടുതലായിട്ടോ വരുന്ന വിഷയങ്ങൾ നോട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഭഗവത്ഗീതയെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അസാധാരണമായിട്ട് അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. അതിനുശേഷം ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തു. അതും 1 മണിക്കൂറിൽ പരം സമയമുണ്ടായിരുന്നു. 5 മിനിറ്റോ 8 മിനിറ്റോ 10 മിനിറ്റോ കൊടുക്കുന്ന മാതിരിയല്ല, 1 മണിക്കൂർ പ്രഭാഷണം. പൊതുപ്രഭാഷണം നടത്തുന്ന പോലെ നമ്മളുടെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് കമ്പ്യൂട്ടർ കൊണ്ട് അത് സ്വീകരിച്ച് അതേപോലെ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഈശാവാസ്യോപനിഷത്ത്. നല്ലൊരു ഉപനിഷത്താണ്. വേദാന്തം എന്ന വാക്ക് ഉപനിഷത്തുക്കൾക്കാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. വേദങ്ങള്, അതിൻ്റെ തുടർച്ചയായി ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്, അതിൻ്റെ തുടർച്ചയായിട്ട് ആരണ്യക ഗ്രന്ഥങ്ങള്, അതിൻ്റെ തുടർച്ചയായിട്ട് ഉപനിഷത്തുക്കള്. ഇപ്പം 4 എണ്ണമുള്ളതിൽ അവസാനത്തെ ഭാഗം വരുന്നതാണ് ഉപനിഷത്തുക്കള്. അതുകൊണ്ട് അതിന് വേദാന്തം, വേദത്തിന്റെ അവസാനം. അത് തത്വശാസ്ത്രങ്ങളാണ്, അത് ദർശനങ്ങളുമാണ്. ജീവിതത്തെ അടിമുടി ധന്യമാക്കാനായിട്ട് ഏറ്റവും ഉയർന്ന ലെവലിലെത്തിയ വ്യക്തികള് കേട്ട്, കണ്ട്, പഠിച്ച്, പഠിപ്പിച്ച് ജീവിതത്തിൽ തത്വശാസ്ത്രപരമായിട്ടുള്ളൊരു വീക്ഷണം ഉണ്ടാക്കലാണ് ഉപനിഷത്തുക്കളുടെ ലക്ഷ്യം. ഉപനിഷത്തുക്കളുടെ മാർഗവും അത് തന്നെയാണ്. 108 ഉപനിഷത്തുക്കളാണുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങളുള്ളതിൽ യജുർവേദത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഋഗ്വേദം 1, കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം, സാമവേദം, അഥർവവേദം. അങ്ങനെ 5 വേദങ്ങളുടെ കീഴിലാണ് ഈ 108 ഉപനിഷത്തുക്കൾ വരുന്നത്. ഈ ഉപനിഷത്തുക്കളിൽ ഒരെണ്ണം മാത്രം, ഈശാവാസ്യ ഉപനിഷത്ത് മാത്രം വേദത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. 108 ഉപനിഷത്തുക്കളുള്ളതിൽ ഒരു ഉപനിഷത്ത് മാത്രമാണ് വേദത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അത് ഈശാവാസ്യ ഉപനിഷത്താണ്. യജുർവേദത്തിന്റെ 40ാം അധ്യായമാണ് ഈശാവാസ്യ ഉപനിഷത്ത്. വേറെ ചില ഉപനിഷത്തുക്കള് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ചാന്തോക്യ ബ്രാഹ്മണം, അതിന്റെ ഭാഗമായിട്ട് ചാന്തോക്യ ഉപനിഷത്ത്. പിന്നെ ചിലത് ആരണ്യകങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ചിലത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഉപനിഷത്തുക്കളുമുണ്ട്. 18 ഉപനിഷത്തുക്കളാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിലും ശ്രേഷ്ഠമായിട്ടുള്ളത് ദശോപനിഷത്ത്, 10 ഉപനിഷത്തുക്കളാണ്. പ്രാധാന്യത്തിന്റെ ക്രമത്തില് ഉപനിഷത്തുക്കളെ 1 മുതൽക്ക് 108 വരെ എഴുതിയാൽ അതിൽ 1ാമത്തെ ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. സനാതന ധർമ്മം പഠിക്കണം എന്നുള്ള വ്യക്തികൾക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. അവിടെ ഒരു ഗ്രന്ഥമല്ല നമുക്കുള്ളത്. ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളില് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000-ഓളം വരും. അവയുടെ വ്യാഖ്യാനങ്ങൾ 10,000-ഓളം വരും. 2 സംസ്കൃതത്തിൽ എഴുതിയത്. ഭാരതീയമായി 22 ഭാഷകളിൽ എഴുതിയ ഉപാഖ്യാനങ്ങൾ, സബ് കമന്ററീസ് 1,00,000-ൽ പരം വരും. ഇത് മുഴുവനും ഒരു ജന്മം കൊണ്ടോ 10 ജന്മം കൊണ്ടോ വായിച്ചു തീർക്കാം, പഠിച്ചു തീർക്കാം ഇമ്പോസിബിളാണ്. അതുകൊണ്ട് ചിലപ്പോൾ പറയാറുണ്ട് സാധിക്കുന്നത് പഠിക്കാം.
അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജീവിത സന്ദേശങ്ങൾ നൽകുന്ന, ധന്യമായ സന്ദേശങ്ങൾ നൽകുന്ന മഹാഭാരതം പഠിക്കുക. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം പഠിക്കുക. മഹാഭാരതം പഠിക്കാൻ സമയമില്ലാത്തവര് 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത പഠിക്കുക. അതും പഠിക്കാൻ സമയമില്ലാത്തവര് ഭഗവത്ഗീതയിലെ 2, 3, 12 അധ്യായങ്ങൾ പഠിക്കുക. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. അതും പഠിക്കാൻ സമയമില്ലാത്തവര് ഈശാവാസ്യോപനിഷത്ത് 18 മന്ത്രങ്ങളാണ് ഉള്ളത്. 18 ശ്ലോകങ്ങളല്ല, 18 മന്ത്രങ്ങൾ. വേദത്തിന്റെ അകത്തുള്ള ഉപനിഷത്തായതുകൊണ്ട് മന്ത്രങ്ങൾ എന്നാ പറയാ. 18 മന്ത്രങ്ങൾ ഏതാണ്ട് 18 വിഷയങ്ങളെയാണ് വിവരിക്കുന്നത്. യജുർവേദ, ശുക്ല യജുർവേദത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഈശാവാസ്യോപനിഷത്ത് അതിഗഹനമാണ്. ഭൗതികവും ശാസ്ത്രീയവുമായ, ആത്മീയവുമായ, മനഃശാസ്ത്രപരമായ സമഗ്രമായിട്ടുള്ള ഏത് വിഷയങ്ങളും ഇതിനകത്ത് വരുന്നു. അത് വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. ആത്മീയമായിട്ടുള്ള അർത്ഥത്തിലൂടെ വിവരിക്കാം, ശാസ്ത്രീയമായ അർത്ഥത്തിലൂടെ വിവരിക്കാം, ഭൗതികമായ അർത്ഥത്തിലൂടെ വിവരിക്കാം. നിങ്ങൾ ഏത് ഫീൽഡിലാണോ എക്സ്പെർട്ടായിട്ടുള്ളത് ആ ഫീൽഡിൽ നിങ്ങൾക്ക് അത് വിവരിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെതായിട്ടുള്ള വീക്ഷണത്തോടു കൂടി ഒരു വിവരണമാണ് തരുന്നത്. അതിനകത്ത് ആത്മീയതയുണ്ട്, സയൻസ് ഉണ്ട്, ഭൗതിക ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുടെ ജീവിതാനുഭവങ്ങളുണ്ട്, അതിനകത്ത് തന്നെ രാഷ്ട്രീയവുമുണ്ട്. ഭാരതം രാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായൊരു രാഷ്ട്രമല്ല. മഹാഭാരതം എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ചരിത്രമാണ്. കുരു വംശത്തിലെ ധൃതരാഷ്ട്രൻ ഭരണാധികാരിയായിരുന്നു, രാജാവായിരുന്നു. പാണ്ഡു രാജാവായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തവരൊക്കെ രാജാവായിരുന്നു. രാജ്യഭരണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് മഹാഭാരതത്തിൻ്റെത്. രാമായണവും ദശരഥ രാജാവിൻ്റെയും ചക്രവർത്തിയുടെ എന്ന് പറയുകയാണ് കുറച്ചുകൂടി നല്ലത്. രാവണന്റെയും ബാലിസുഗ്രീവന്മാരുടെയും ഭരണാധികാരികളുടെ ചരിത്രമാണ് രാമായണവും. നമ്മുടെ പുരാണങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ എല്ലാ കഥകളും ഭരണാധികാരികളാണ്. ഹിരണ്യകശിപു ഭരണാധികാരിയായിരുന്നു, പൃഥു ഭരണാധികാരിയായിരുന്നു, മഹാബലി ഭരണാധികാരിയായിരുന്നു, ജഡഭരതൻ ഭരണാധികാരിയായിരുന്നു, മഹാബലി ഭരണാധികാരിയായിരുന്നു. ഇപ്പൊ ഭരണവും ഭരണാധികാരവും സിംഹാസനവും രാജ്യഭാരവും പൊളിറ്റിക്സും ഭാരതത്തിൽ നിന്ന് ഭിന്നമല്ല നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. അപ്പൊ രാഷ്ട്രീയവും ഇതിനകത്ത് വരും. അതുകൊണ്ട് രാഷ്ട്രീയം ആത്മീയതയുടെ കൂട്ടത്തിൽ ഭാരതീയ പൈതൃകത്തിൽ പറയുമ്പോൾ അതില് നെറ്റി ചുളിയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ രാഷ്ട്രം രാഷ്ട്രഭരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ആത്മീയത രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ അറിവുകളെല്ലാം രാഷ്ട്രവും സമൂഹവും സംസ്കാരവും കുടുംബവും ശരീരവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈശാവാസ്യോപനിഷത്തുമുള്ളത്. അപ്പൊ ഈ ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങൾ പഠിക്കാൻ സമയമില്ലാത്തവര് ഭഗവത്ഗീതയിലെ 2, 3, 12 അധ്യായങ്ങൾ പഠിക്കാം. അതും പഠിക്കാൻ സമയമില്ലാത്തവര് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം കർമ്മയോഗം പഠിക്കാം. അതും പഠിക്കാൻ സമയമില്ലാത്തവര് വേദത്തിന്റെ അകത്തുള്ള ഈശാവാസ്യോപനിഷത്തിലെ 18 മന്ത്രങ്ങൾ പഠിക്കാം. എനിക്ക് അതും പഠിക്കാൻ സമയമില്ലെങ്കിൽ ആ ഈശാവാസ്യോപനിഷത്തിലെ 1-ാമത്തെ ശ്ലോകം പഠിക്കാം. ധന്യമാണ്. അതാണ് ഭാരതീയമായിട്ടുള്ള സർവ്വതും ഉൾക്കൊള്ളുന്നത്. ആ ഉപനിഷത്തുക്കളെ നിങ്ങൾ സാധിക്കുമെങ്കിൽ പുസ്തകം മുമ്പിൽ വെച്ച് ഞാൻ വിവരിക്കുന്നത് കേൾക്കണം, എന്നിട്ട് പഠിക്കണം. നിങ്ങളത് പഠിച്ചാൽ മാത്രം പോരാ. ഈ യൂട്യൂബിലൂടെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് CD ആക്കിയോ പെൻഡ്രൈവ് ആക്കിയോ മറ്റുള്ളവർക്ക് കൊടുക്കണം. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അത് വണ്ടിയിലിരുന്ന് കേൾക്കണം, വാഹനത്തിലിരുന്ന് കേൾക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് അമ്പലത്തിലിടണം, നിങ്ങളുടെ വീട്ടിലിടണം, നിങ്ങളുടെ മക്കൾ ഇത് പഠിക്കണം. ഇത് പഠിപ്പിക്കൽ ഒരു മഹായജ്ഞാണ്. ഭഗവത്ഗീത ഇതേപോലെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് അതേ വരിയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ഈശാവാസ്യോപനിഷത്ത് ഉപനിഷത്തുക്കളുടെ ചൈതന്യത്തിന്റെ മുഴുവനും ബഹിസ്ഫുരണമാണ്. ആ ഈശാവാസ്യോപനിഷത്ത് 108 ഉപനിഷത്തുകളിൽ 1-ാമത്തെ സ്ഥാനം അലങ്കരിക്കുന്നതാണ്. 10,000, 6,000 വർഷങ്ങൾക്ക് മുമ്പ് യജുർവേദം എഴുതിയ കാലത്ത് യജ്ഞവൽക്യ മഹർഷി എഴുതിയതാണ്. ജീവിതത്തിന്റെ സമഗ്രമായ വീക്ഷണങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ആ ഈശാവാസ്യോപനിഷത്ത്
ശുക്ലയജുർവേദത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രം എന്ന് പറയുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇതിനെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് പറയാം. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ഈസ് ഓൾസോ ഈക്വൽ ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈസ് എൻ അൺനോൺ ഫിഗർ, പൂർണ്ണമേവാവശിഷ്യതേ. ഒരു വിളക്കിന്റെ ജ്വാലയിൽ നിന്ന് വേറൊരു വിളക്ക് അങ്ങനെ ആയിരക്കണക്കിന് തിരികൾ കത്തിച്ചാലും ആദ്യത്തെ വിളക്കിലെ ജ്വാലയ്ക്ക് ഒരു കുറവും വരുന്നില്ല. ഒരു മൃഗമോ മനുഷ്യനോ എത്രയധികം ശിശുക്കളെ ജനിച്ചാലും ആ വ്യക്തിയിൽ പ്രത്യേകിച്ച് കുറവൊന്നും വരുന്നില്ല. അനേക കോടി മധ്യേ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ പുതിയ പുതിയ ഗാലക്സികൾ ഉണ്ടാവുന്നു, പുതിയ പുതിയ സോളാർ സിസ്റ്റങ്ങൾ ഉണ്ടാവുന്നു, ഈവൻ പുതിയ പുതിയ നക്ഷത്രങ്ങളും ധൂമകേതുക്കളും ഉണ്ടാകുന്നു. അത് ഈ പ്രപഞ്ചത്തിലെ പൂർണ്ണതയിൽ നിന്ന് ഉദിക്കുന്ന പൂർണ്ണങ്ങളാണ്. അപ്പോ പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ, പൂർണ്ണമായ ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു മൃഗത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു ശിശു തന്നെ ഉണ്ടാവും. അതുപോലെ ഒന്നിൽ നിന്ന് പൂർണ്ണമായത് മറ്റൊന്നുണ്ടാവും. പൂർണ്ണസ്യ പൂർണ്ണമാദായ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടായാലും പൂർണ്ണമേവാവശിഷ്യതേ, അതേ പൂർണ്ണം തന്നെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ശാന്തി മന്ത്രമാണത്. സാധാരണ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് അവസാനിപ്പിക്കാറുള്ളത്. ഇനി നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് അടക്കാം. ഈശാവാസ്യം ഇദം സർവം യത് കിഞ്ചത് ജഗത്യാം ജഗത് തേന ത്യക്തേന പുഞ്ചീധാ മാഗൃധ കസ്യ സിദ്ധനം. ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും വിവരണമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് ഫോളോ ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദവും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും എല്ലാം തന്നെ ഡയലക്ടിക്കൽ ഓപ്പർച്യൂണിസവും എല്ലാം ഇതിനകത്ത് പെടുന്നതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ജഗത്യാം ജഗത്, ഈ ലോകമായ ലോകത്തിലുള്ളതെല്ലാം ഈശാവാസ്യം ഇദം സർവം, അത് ഈശ്വരന്റെ പ്രകൃതിയുടെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. ഇദം സർവം, ഈ നിലനിൽക്കുന്നതെല്ലാം അതിന്റെ ക്രിയേറ്റർ ഈ പ്രകൃതിയാണ്. അതിനകത്ത് ഈശ്വരനുണ്ട്. ഈശ്വരൻ ദൂരെ മാറി നിന്ന് ഇതിനെ സൃഷ്ടിച്ചതല്ല, ഈശ്വരൻ ഇതായി പരിണമിച്ചതാണ്. ഗോഡ് ക്രിയേറ്റഡ് these things wrong. God manifested these things. ഭാഗവതത്തിൽ ഒരു വരിയുണ്ട്, സൃഷ്ട്വാ പുരാണി വിവിധാന്യജ ആത്മശക്തിയ വൃക്ഷാൻ സരീൻ ശിരാൻ ഗഗദംശദംശ്വമത്സ്യാൻ തിഷ്ടൈര തുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകതിഷണം മുതമാവദേവ. ഈ പ്രപഞ്ചശക്തി അതിന്റെ ശക്തി കൊണ്ട് എല്ലാവിധത്തിലുള്ള ജന്തുക്കളെയും വൃക്ഷങ്ങളെയും ഇഴജന്തുക്കളെയും നീന്തുന്ന ജന്തുക്കളെയും കൊതുകുകളെ പോലെയുള്ളതിനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിൽ സംതൃപ്തിയാകാതെ പ്രപഞ്ച ചൈതന്യം ചിന്തിച്ചു, പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു ജീവിയെ കൂടി സൃഷ്ടിക്കണ്ടേ. അപ്പൊ ബ്രഹ്മാവലോകതിഷണം, പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് അറിയാൻ കഴിവുള്ള ബുദ്ധി വൈഭവമുള്ള പുരുഷം വിധായ, മനുഷ്യനെ സൃഷ്ടിച്ച് മുതമാവദേവ, ആ പ്രകൃതി ശക്തിക്ക് സന്തോഷം, പ്രകൃതിയെക്കുറിച്ച് അറിയാൻ കഴിവുള്ള ഒരു ജീവിയെ ഞാൻ സൃഷ്ടിച്ചല്ലോ എന്ന്. ബോട്ടണി എന്ന സബ്ജക്റ്റിലൂടെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ, സസ്യലതാദികളെയാണ് പഠിക്കുക. സുവോളജി എന്ന സബ്ജക്റ്റിലൂടെ പ്രകൃതിയുടെ സൃഷ്ടിയായ ജന്തുജാലങ്ങളെയാണ് പഠിക്കുക. സൈക്കോളജിയിലൂടെ ഈ ജീവജാലങ്ങളുടെ മനഃശാസ്ത്രമാണ് പഠിക്കുക. കെമിസ്ട്രിയിലൂടെ ഈ പ്രകൃതിയിലുള്ള കെമിക്കൽസിനെ കുറിച്ചാണ് പഠിക്കുക. ഫിസിക്സിലൂടെ ഈ പ്രകൃതിയിലുള്ള എനർജിയെ കുറിച്ചാണ് പഠിക്കുക. ബയോകെമിസ്ട്രിയിലൂടെ ഈ പ്രകൃതിയുടെ ബയോകെമിക്കൽ പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുക. അപ്പൊ ഈ പ്രകൃതിയെ കുറിച്ച് പഠിക്കലാണ് ഈ MSCയും BSCയും MAയും എല്ലാം തന്നെ. അങ്ങനെ പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ കഴിവുള്ള ഈ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിന് സന്തോഷമായി. അപ്പോൾ ഇതം സർവം ഈശാവാസ്യം, ഈ കാണുന്നതെല്ലാം തന്നെ ഈ പരമമായ ഈശ്വരന്റെ സാന്നിധ്യമുള്ളതാണ് എന്ന്
തേന ത്യക്തേന പുഞ്ചീത. ആ പ്രകൃതി നമുക്ക് എന്താണോ തരുന്നത് അത് സ്വീകരിച്ച് പ്രകൃതിയെ നശിപ്പിക്കാതെ അവിടെ നിന്ന് തരുന്നത് സ്വീകരിച്ച് നിലനിൽക്കുക, ജീവിക്കുക. മാകൃത കസ്യ സിദ്ധനം. ഈ സൃഷ്ടിച്ചതൊന്നും മനുഷ്യന്റെ സൃഷ്ടിയല്ല, പ്രകൃതിയിലുള്ളത് ഉപയോഗിച്ചിട്ട് മനുഷ്യൻ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. പ്രകൃതിയിലുള്ള മരത്തിനെ പൾപ്പാക്കി മാറ്റി ആ പൾപ്പിനെ പേപ്പറാക്കി മാറ്റി അതിൽ പ്രകൃതിയുടെ കളർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തിട്ടാണ് നോട്ട് ഉണ്ടാക്കുന്നത്. കോയിൻ ഉണ്ടാക്കുന്നതും പ്രകൃതിയിലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഈ പ്രകൃതിയിലുള്ളതിന്റെ ഉപയോഗം കൊണ്ടാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നതെല്ലാം, ഇൻക്ലൂഡിങ് പോളിമർ. കാർബണും ഹൈഡ്രജനും നൈട്രജനും എല്ലാം പ്രകൃതിയിലുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ എന്ന് ഓർമ്മിക്കാം. അപ്പോ ഈശാവാസ്യ ഉപനിഷത്ത് യജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുന്നു, നീയും ഞാനും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും തന്നെ ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. അത് പരസ്പരം ഷെയർ ചെയ്തും യൂട്ടിലൈസ് ചെയ്തും നീ നിന്റേതെന്ന് പറയാതെ നിലനിൽക്കാൻ നിനക്ക് സാധിക്കട്ടെ. ആ ഈശ്വര ചൈതന്യത്തിന്റെ പ്രസാദമാണ് ഞാനും നീയും. ഇനി അടുത്ത സന്ദേശം നമുക്ക് തരുന്നു. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാഹ ഏവം ത്വയി ന അന്യദേദോസ്തി ന കർമ്മലിപ്യതേ നരേ. ഈ ജീവിതത്തില്, ഈ ലോകത്തില് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സില് ഇഹ ഇവിടെ കുർവൻ ഏവ കർമാണി, ആ പ്രപഞ്ചം തന്നിരിക്കുന്ന, പ്രകൃതി തന്നിരിക്കുന്ന, നമ്മുടെ ഭൂമിയും വായുവും ജലവും തന്നിരിക്കുന്നത് എന്തോ അതിനെ നിലനിർത്താനും ഉപയോഗിക്കാനും ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് നീ 100 വർഷത്തോളം ജീവിക്കുക. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാഹ. ശതം സമാഹ ജിജീവിഷം. 100 വർഷത്തിന് തുല്യമായിട്ടുള്ള വർഷക്കാലം നീ ഈ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രകൃതിയുടേത് സ്വീകരിച്ചും പ്രകൃതിയിലേക്ക് കൊടുത്തും ജീവിക്കുക. ഏവം ത്വയി ന അന്യ ഏതഃ അസ്തി ന കർമ്മലിപ്യതേ നരേ. ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെ പരസ്പരം ഭാവയന്ത ശ്രേയ പരമമാപ്നുയ, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആ ശ്രേയസ്കരമായ കർമ്മം ചെയ്തുകൊണ്ട് നീ നിലനിൽക്കുക. അല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുകയോ വേണ്ട. ന അന്യതേതോസ്തി, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, ന കർമ്മലിപ്യതേ നരേ, മറ്റ് കർമ്മത്തിലേക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവിതവും സമയവും ഊർജവും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി 3-ാമത്തെ വരിയിലൂടെ അതിഗംഭീരമായിട്ടൊരു സന്ദേശമാണ് നമുക്ക് ഈശാവാസ്യ ഉപനിഷത്തിലൂടെ തരുന്നത്. അസുര്യ നാമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ച ആത്മഹനോജന. അസുര്യ നാമതേ ലോക. ആസുരീകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആസുരീകം എന്ന് പറയുന്ന ഒരു ലോകം ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസികള്, നെഗറ്റീവ് ടെൻഡൻസികള്, അതുപോലെ തന്നെ പെസിമിസ്റ്റിക് ടെൻഡൻസികളുള്ള അസുര്യ നാമതേ ലോക, ആസുരികം എന്ന് പറയുന്ന ഒരു ലോകത്തില് അന്ധേന തമസാവൃത, കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആസുരികം എന്ന് പറയുന്ന ഒരു ലോകം, ഇരുട്ടിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആസുരികം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അവിടേക്ക് താം സ്തേ പ്രേത്യാഭിഗച്ഛന്തി, ചിലര് അല്ലെങ്കിൽ അവര് നിങ്ങളെ പ്രേത്യാഭിഗച്ഛന്തി കൂട്ടിക്കൊണ്ടുപോകുന്നു. എവിടേക്ക്? അന്ധേന തമസാവൃത അസുര്യാനാമതേ ലോക, കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആസുരികം എന്ന് പറയുന്ന ലോകത്തിലേക്ക് ആത്മഹനോജനാ തേ പ്രേത്യാഭിഗച്ഛന്തി, സ്വയം നശിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികള്, കള്ളത്തരത്തിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ, കള്ളനോട്ടിലൂടെ, കള്ളക്കടത്തിലൂടെ, തീവ്രവാദത്തിലൂടെ, ഏത് നെഗറ്റീവ് വാക്കുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ സ്വയം ആത്മഹത്യ ചെയ്യാൻ, സ്വയം നശിക്കാൻ തയ്യാറായ, സ്വയം തിന്മയിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ ആസുരീകം എന്ന് പറയുന്ന ആ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം അതിപ്പോ സംഭവിക്കുന്നുണ്ട്. പണ്ട് ഭാരതത്തിലെ ക്യാൻസർ 10% റേറ്റ് ഓഫ് ഇൻക്രീസ്. ഇപ്പൊ ക്യാൻസറിന്റെ വളർച്ച 62%, ഹൃദ്രോഗത്തിന്റെ വളർച്ച 48%.
എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ 28%, ഹൈപ്പർ അസിഡിറ്റിയുടെ വളർച്ച 89%. അതുപോലെയുള്ള നെഗറ്റീവുകൾ, പുതിയ പുതിയ രോഗങ്ങൾ, പുതിയ പുതിയ മരുന്നുകൾ, പുതിയ പുതിയ ടെക്നിക്കുകൾ നശീകരണത്തിനായിട്ടുള്ളത്, പുതിയ പുതിയ യുദ്ധോപകരണങ്ങൾ, പുതിയ തീവ്രവാദ പ്രവണതകൾ, ഇതെല്ലാം ആസുരീകം എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് നമ്മളെ സ്വയം നശിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു നല്ല പ്രൊഫഷനായിരുന്നു ഡോക്ടർമാരുടെ പ്രൊഫഷൻ. ഇന്ന് കമ്മീഷനും അതുപോലെയുള്ള കാര്യത്തിനും വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഉപയോഗിക്കുന്നു. നല്ലൊരു പ്രൊഫഷനായിരുന്നു വേദം പഠിച്ച് വൈദിക കർമ്മം ചെയ്യാം. ഇന്ന് ചതിയും വഞ്ചനയും പറ്റിക്കലുമാണ്. നല്ലൊരു സന്ദേശമാണ് യേശുക്രിസ്തു കൊടുത്തിരിക്കുന്നത്. ആ യേശുക്രിസ്തുവിന്റെ സന്ദേശം ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾ ചതിയിലൂടെ, വഞ്ചനയിലൂടെ, പറ്റിക്കലിലൂടെ നടത്തുന്നത് എന്താണെന്ന് വെറുതെ നോക്കാം. മതപരിവർത്തനത്തിലൂടെ തറക്കേടില്ലാത്ത സന്ദേശമാണ് പ്രവാചകൻ മുഹമ്മദ് നബി കൊടുത്തിരിക്കുന്നത്. ആ ഖുർആന്റെയും പ്രവാചകന്റെയും പേരിലാണ് ലോകത്തിലെ 69 മുസ്ലിം രാജ്യങ്ങളിലും തീവ്രവാദം നടക്കുന്നത്. അപ്പൊ നന്മ എന്നുള്ളതിൽ നിന്ന് തിന്മയിലേക്കുള്ള, അസതോമ സദ്ഗമയ എന്നുള്ളതിന് സത്തിൽ നിന്ന് അസതോമ ഗമയ തിന്മയിലേക്ക് പോകുന്ന, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ജ്യോതിർമാ തമസോ ഗമയ എന്ന് പറയുന്നത് പോലെ, ജ്യോതിർമാ തമസോ ഗമയ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന ആ ആസുരീകം എന്ന് പറയുന്ന ലോകത്തിലേക്ക് നിങ്ങളെ മറ്റുള്ളവർ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ശ്രദ്ധിക്കുക, ജീവിതത്തെ ധന്യമാക്കാൻ എന്നും പരിശ്രമിക്കുക. ഈശാവാസ്യ ഉപനിഷത്തിലെ 4ാമത്തെ ശ്ലോകം, അനേജദേകം മനസോജവിയോ നൈനദേവ ആപ്നുവാൻ പൂർവമർഷത് തദ്ധാവതോ അന്യാനത്യേതി തിഷ്ഠത് തസ്മിന്നവോ മാതരിശ്വാദാതി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഈശാവാസ്യ ഉപനിഷത്തിലെ മന്ത്രമാണിത്. അനേജദേകം, വളരെ രസകരമായിട്ടുള്ള ഒരു വാക്കിലൂടെ വലിയൊരു അർത്ഥം. അനവധിയാണ് എന്ന് തോന്നുമെങ്കിലും ഒന്നായിട്ടുള്ള ഈശ്വര ചൈതന്യം. ശരിക്ക് അനവധിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്, പാർവതിയുണ്ട്, ശിവനുണ്ട്, പലരും ഈശ്വരന്മാരായിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെയും പരമമായിട്ടുള്ളത് ഒന്ന് മാത്രം, അനേജ ഏകം. ആ പ്രപഞ്ചത്തിന്റെ ചൈതന്യം ഒന്ന് മാത്രമാണ്. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. ഇതും ഭാഗവതത്തിലുള്ളതാണ്. ശരിക്ക് ഏക ഏവ ഹി ഭൂതാത്മാ, സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ആത്മാവ് ഒന്ന് മാത്രമാണ്. ഏകദാ ബഹുദാ ചൈവ, ചിലരതിനെ ഒന്നെന്ന് പറയും, ചിലർ പലതെന്ന് പറയും. ദൃശ്യതേ ജലചന്ദ്രവത്, ആകാശത്തിലെ ചന്ദ്രൻ ഒന്ന് മാത്രമാണ്. ആ ചന്ദ്രന്റെ നിഴല് ചിരട്ടയിലെ വെള്ളത്തിലും കപ്പിലെ ചായയിലും കുളത്തിലെ വെള്ളത്തിലും കിണറ്റിലെ വെള്ളത്തിലും പുഴയിലെയും തോട്ടിലെയും കായലിലെയും വെള്ളത്തിലും അതേ ചന്ദ്രൻ പ്രതിഫലിക്കുന്ന പോലെ എല്ലാ ചരാചരങ്ങളിലും ആ ഈശ്വര ചൈതന്യം പ്രതിഫലിക്കുന്നു. അനേജദേകം മനസ്സോജീവിയോ, ആ ഈശ്വര ചൈതന്യം മനസ്സിന് എത്ര വേഗത്തിൽ എവിടെ എത്താൻ സാധിക്കുമോ അതിനേക്കാൾ വേഗത്തിൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ആ ഈശ്വര ചൈതന്യം. നൈന ദേവ ആപ്നുവാൻ പൂർവമർഷത്. ആ ഈശ്വര ചൈതന്യമാണ് ആദ്യം പ്രപഞ്ചത്തിലുണ്ടായത്. അതിനെ ഭാരതീയര് പ്രജ്ഞാനം ബ്രഹ്മ, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഈസ് ദ ഡിവൈൻ പവർ എന്ന് ഡിക്ലെയർ ചെയ്തു ഐതരേയോപനിഷത്തിലൂടെ. അപ്പോ ആ ഈശ്വര ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായ ഈശ്വര ചൈതന്യം അത് തദ്ധാവതോ അന്യാനത്യേതി തിഷ്ഠത്. അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഈശ്വര ചൈതന്യം എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അതെല്ലാത്തിലും നിൽക്കുന്നു എന്നും അറിയുക. ചലിച്ചുകൊണ്ടിരിക്കുന്നു അഥവാ നടക്കുന്നു, നിൽക്കുന്നു, എല്ലാത്തിരിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാത്തിലും നിലനിൽക്കുന്നു. ആ ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് തിഷ്ഠത്, നിൽക്കുന്നു. തസ്മിന്നവോ മാതരിശ്വാദാതി, അത് വായുവിനെ പോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആ ഈശ്വര ചൈതന്യമാണ് സർവ ചൈതന്യത്തിന്റെയും ആധാരമായി നിലനിൽക്കുന്നത്. ആ ഈശ്വര ചൈതന്യം തദേ ജതി, 5ാമത്തെ മന്ത്രം, തദേ ജതി, അത് ചലിക്കുന്നില്ല. തന്നൈജതി, അത് ചലിക്കാതിരിക്കുന്നില്ല. തദേ ജതി ചലിക്കുന്നില്ല, തന്നൈജതി ചലിക്കാതിരിക്കുന്നില്ല. ആ ഈശ്വര ചൈതന്യം തദ്ദൂരെ, അതങ്ങ് അകലത്തിൽ ബ്ലാക്ക് ഹോളിനും അപ്പുറത്തുണ്ട്.
തദ്വന്തികെ അത് നമ്മുടെ അടുത്തുണ്ട്. തദന്തരസ്യ സർവസ്യ എല്ലാത്തിനും അകത്തതുണ്ട്. തത് സർവസ്യാസ്യ ബാഹ്യത അതെല്ലാത്തിന്റെ പുറത്തുമുണ്ട്. ഒരാറ്റത്തിലെ ഇലക്ട്രോണുകൾ 2182 കിലോമീറ്റർ വേഗതയിൽ പെർ സെക്കൻഡ് കറങ്ങുന്നു എങ്കിൽ ആ കറങ്ങാനുള്ള എനർജി ആ ആറ്റത്തിനകത്തുണ്ട്. 3.2 മില്യൺ പ്രാവശ്യം 32 ലക്ഷം പ്രാവശ്യം ഒരു ന്യൂക്ലിയസ് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ന്യൂക്ലിയസിന് സ്പിൻ ചെയ്യാനുള്ള എനർജി അതിനകത്തുണ്ട്. ആ ഇലക്ട്രോണുകൾ കറങ്ങുന്ന എസ് ഓർബിറ്റല്, പി ഓർബിറ്റല്, ഡി ഓർബിറ്റല്, എഫ് ഓർബിറ്റല്, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല് എന്നുള്ള ഓർബിറ്റലുകൾ എല്ലാം ആറ്റത്തിനകത്തുള്ളതാണ്. അതാര് സൃഷ്ടിച്ചു? PWD റോഡ് പോലെ, നാഷണൽ ഹൈവേ റോഡ് പോലെ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാനുള്ള റോഡുകൾ ആറ്റത്തിനകത്ത് സൃഷ്ടിച്ച ആ ചൈതന്യം അത് ചലിക്കുന്നില്ല, ചലിക്കാതിരിക്കുന്നില്ല. അതെല്ലാത്തിൻ്റെ അകത്തുണ്ട്, എല്ലാത്തിൻ്റെയും പുറത്തുണ്ട്. അത് മാത്രമല്ല, അത് അങ്ങ് അകലത്തിലുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. എൻ്റെ ഹാർട്ട്, നിങ്ങളുടെ ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കുന്ന 68 എന്ന നമ്പർ തീരുമാനിച്ചത് ആര്? അതുപോലെ എൻ്റെ രക്തം ഒരു മിനിറ്റിൽ 60,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. ഈ ദൂരം സഞ്ചരിക്കാനുള്ള ചൈതന്യം കൊടുത്തത് ആര്? ആ രക്തത്തിലൂടെ ഓരോ പോഷകാംശവും എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു. ജീവനില്ലാത്ത രക്തം ജീവനില്ലാത്ത പോഷകാംശങ്ങളെ ജീവനുള്ള സെല്ലിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്നു. ആരെത്തിക്കുന്നു? 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. ഇണകളെ തിരിച്ചറിയുന്നു. സെക്ഷൽ ആക്ടിവിറ്റിയിൽ ജനങ്ങൾ പങ്കെടുക്കുന്നു, ഈ മൃഗങ്ങൾ പങ്കെടുക്കുന്നു. ഇരയും ഇണയും ഏതാണെന്ന് 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾക്കും അറിയാം, കറക്റ്റായിട്ട് അറിയാം. ആര് ഈ അറിവ് കൊടുത്തു? കമ്മ്യൂണിസ്റ്റ് വച്ച തിന്നരുതെന്ന് ഒരു പശുവിനറിയാം. പശു കോൺഗ്രസ് ആയതുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് വച്ച തിന്നാത്തത്, അത് തിന്നരുതെന്ന് അതിനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന കോഴിക്കുഞ്ഞ് വെള്ളത്തിലേക്ക് ചാടില്ല. മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിലേക്ക് ചാടും. താറാവിന്റെ കുഞ്ഞിനോട് വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ലെന്ന് പറഞ്ഞ ചൈതന്യം തന്നെ കോഴിക്കുഞ്ഞിനോട് വെള്ളത്തിൽ ചാടിയാൽ പൊങ്ങില്ലെന്നും പറഞ്ഞു. അതാണ് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും. എല്ലാത്തിനകത്തുമുണ്ട്. കോഴിക്ക് തിന്നേണ്ടത് എന്താണെന്ന് അറിയാം. അമ്മ കോഴി LKG-യിലും UKG-യിലും പോയിട്ട് പഠിച്ചതല്ലാതെ പശുവിന് തിന്നേണ്ടത് എന്താണ്, തിന്നാൻ പാടില്ലാത്ത എന്താണെന്ന് അറിയാം. ഓരോ മൃഗത്തിനും അതിൻ്റെ ഇരയെയും അറിയാം, ഇണയെയും അറിയാം. തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത എല്ലാത്തിൻ്റെ അകത്തും എല്ലാത്തിൻ്റെ പുറത്തുമുള്ള ആ ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കുക. അതാണ് ഈശാവാസ്യം ഇദം സർവം. ആറാമത്തെ യസ്തു സർവാണി ഭൂതാനി യഹ തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി. നല്ലൊരു സോഷ്യലിസം, പെർഫെക്റ്റ് സോഷ്യലിസം. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് തേങ്ങാക്കൊല എന്ന് പറയുന്ന അല്ല, അതിനേക്കാൾ ഗംഭീരമാണ്. യഹ തു സർവാണി ഭൂതാനി, ആരാണോ സർവചരാചരങ്ങളിലും ആത്മന്യേവാനുപശ്യതി, എന്നിലുള്ള ചൈതന്യം തന്നെയാണ് അവനിലുള്ളത്, എന്റെ വിശപ്പ് തന്നെയാണ് അവനുള്ള വിശപ്പ്, എന്റെ വേദനയാണ് അവന്റെയും വേദന, എന്റെ ദുഃഖമാണ് അവന്റെയും ദുഃഖം, എന്റെ സന്തോഷമാണ് അവന്റെയും സന്തോഷം, എന്റെ വികാര വിചാരങ്ങളാണ് അവനുമുള്ളതെന്ന് ആർക്കാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എത്ര ഉജ്ജ്വലമായിട്ടുള്ള ഫിലോസഫിയാണത്! ആ ഉജ്ജ്വലമായ ഫിലോസഫിയെക്കാളും വലിയൊരു സോഷ്യലിസം ലോകത്തിലുണ്ടോ? യഹ തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം. എല്ലാ ചരാചരങ്ങളിലും എന്റെ ആത്മാവാണുള്ളത്, എന്നിലുള്ളത് അതിലുള്ള ആത്മാവ് തന്നെയാണ്. എന്റെ ആത്മാവ് പോലെയുള്ള ആത്മാവ് അതിലുണ്ട്, അതിലുള്ള ആത്മാവ് തന്നെയാണ്, ആത്മചൈതന്യം തന്നെയാണ് എന്നിലുള്ളത്, അത് പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരമ്മയുടെ ഗർഭത്തിൽ ജനിച്ച ശിശുക്കൾ സഹോദരന്മാരെന്ന് പറയുന്നത് പോലെ ഒരേ ചൈതന്യത്തിന്റെ ഭാഗമായിട്ട് ജനിച്ച നമ്മളെല്ലാം ഒരേ ചൈതന്യത്തിന്റെ വാഹകരാണ്. ചൈതന്യത്തിന്റെ അർത്ഥത്തിൽ നമ്മൾ സഹോദരന്മാരാണ്. ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ ഒരു അമ്മയുടെയും അച്ഛന്റെയും മകനായി മകളായി ജനിച്ചവര് സഹോദരന്മാരാണ്. സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതേ. അങ്ങനെ കണക്കാക്കിയാൽ എന്റെ ജ്യേഷ്ഠന് ദുഃഖം വരുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, എന്റെ ജ്യേഷ്ഠന് അച്ചീവ്മെന്റ് വരുമ്പോൾ എനിക്ക് സന്തോഷം, എന്റെ സഹോദരങ്ങൾക്ക് നന്മ വരുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇവിടെ അസൂയയില്ല, വാശിയില്ല, പകയില്ല, വിദ്വേഷമില്ല. അതുപോലെ എല്ലാത്തിലും എന്നിലുള്ള ആത്മചൈതന്യം തന്നെയാണ് ഉള്ളതെന്നും
എല്ലാത്തിലുമുള്ള ആത്മചൈതന്യം തന്നെയാണ് എന്നിലുമുള്ളതെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിലെ ദുഃഖത്തിന്റെയും വാശിയുടെയും പകയുടെയും വേദനയുടെയും അപകർഷതയുടെയും അഹങ്കാരത്തിന്റെയും ആവശ്യം എന്ത് എന്ന് 6000-7000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈശാവാസ്യ ഉപനിഷത്തിൽ 6ാമത്തെ മന്ത്രത്തിൽ പറയുന്നു. ഓർമ്മിക്കുക, യഹാത്തു സർവാണി ഭൂതാനി ആത്മന്യേവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോന വിജുഗുപ്സതേ. വളരെ ഗംഭീരായിട്ടുള്ള വരികളാണ്. 7ാമത്തെ മന്ത്രം, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ. സർവചരാചരങ്ങളിലുമുള്ള ആത്മാവ്, സോൾ, പരമാത്മാവിന്റെ തന്നെ ഭാഗമാണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ. പരമമായ ആത്മാവിൽ നിന്ന്, കോസ്മിക് സോളിൽ നിന്നാണ് ഇൻഡിവിഡുവൽ സോൾ ഉണ്ടായത്. ഈ പ്രപഞ്ച ശക്തിയിൽ നിന്നാണ് എന്നിലും നിങ്ങളിലുമുള്ള ശക്തി ഉണ്ടായത്. പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നിലും നിങ്ങളിലുമുള്ള ചൈതന്യം ഉണ്ടായത്. ജനിക്കുന്നതിന് മുമ്പ് അച്ഛന്റെയും അമ്മയുടെയും ബീജം ഒരുമിച്ച് ചേരുന്ന ദിവസം മുതൽക്കായിരിക്കണം പ്രപഞ്ചത്തിൽ നിന്നുള്ള ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. എന്നാണോ നമ്മളുടെ ശരീരം മരിക്കുന്നത്, അന്ന് എവിടെ നിന്ന് വന്ന ചൈതന്യമാണോ അത് അവിടേക്ക് തിരിച്ചു പോകുന്നു. കടലിലെ വെള്ളം മേഘങ്ങളായി, മഴത്തുള്ളികളായി, താഴെ വീണ് ചാലുകളായി, തോടുകളായി, നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്ന പോലെ, നൈട്രജൻ സൈക്കിൾ പോലെ, ഹൈഡ്രജൻ സൈക്കിൾ പോലെ, കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിൾ പോലെ, വാട്ടർ സൈക്കിൾ പോലെ ആത്മാവിനും ഒരു സൈക്കിൾ ഉണ്ട്. പരമാത്മാവിൽ നിന്ന് ഉദയം ചെയ്ത് സർവ്വജീവജാലങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ആ ജീവജാലങ്ങളുടെ അന്ത്യശ്വാസത്തോടുകൂടി അത് തിരിച്ചു പോകുന്നു. അത് മനസ്സിലാക്കുക. എന്നിലും നിങ്ങളിലുമുള്ള ആത്മാവ് അതിഗംഭീരാണ്. പ്രൊഫസർ ബ്രയൻ എൽ വൈസ് പുനർജന്മത്തെക്കുറിച്ച് വിവരിച്ചതുപോലെ ഒരാത്മാവ് ശരീരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആ ശരീരം ആ ആത്മാവിനെയും വഹിച്ചുകൊണ്ട് അനവധി കാലം നിലനിൽക്കുന്നു. വാസാംശി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാദി നവാനി ദേഹി. ഭഗവത്ഗീതയിൽ പറയുന്നു, ജീർണിച്ച കുപ്പായം, ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച് മനുഷ്യർ എങ്ങനെയാണോ പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത്, അതേപോലെ തന്നെ ഹേ അർജുന, ജീർണിച്ച ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് പുതിയ ശരീരത്തെ തേടിപ്പോകുന്നു, അല്ലെങ്കിൽ വേറൊരു ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നു. ആത്മാവിന് മരണമില്ല, ജീർണിച്ച ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. അങ്ങനെ ജനനമരണ പ്രക്രിയയിലൂടെ ശരീരങ്ങൾ മാറുമ്പോഴും ജീവാത്മാവ് ഒരേപോലെ ഇരിക്കുന്നു. അത് പരമാത്മ ചൈതന്യത്തിന്റെ, പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നവൻ ആരാണോ ഉള്ളത്, ആ ആത്മാവാണ് എന്നിലും നിങ്ങളിലും നമ്മൾ എല്ലാവരിലും ഉള്ളതെന്ന് തിരിച്ചറിയുമ്പോൾ അതിനേക്കാളും വലിയൊരു സോഷ്യലിസം ലോകത്തിൽ ഏതാണുള്ളത്? അതിനേക്കാളും വലിയൊരു ഇക്വാലിറ്റി, ചിത്തം അല്ലെങ്കിൽ സമത്വ സിദ്ധാന്തം. എന്നിലും നിന്നിലുമുള്ള ചൈതന്യം ഒന്ന്, എന്റെ വിശപ്പും നിന്റെ വിശപ്പും ഒന്ന് തന്നെ, എന്റെ വേദനയും നിന്റെ വേദനയും ഒന്ന് തന്നെ, എന്റെ സന്തോഷവും നിന്റെ സന്തോഷവും ഒന്ന് തന്നെ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഉജ്ജ്വല വികാര വിചാരങ്ങൾ നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ എവിടെയാ നമുക്ക് ദുഃഖമുള്ളത്? എന്നിട്ട് പറയുന്നു, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹകശോക ഏകത്വമനുപശ്യത. തത്ര കോ മോഹ. എല്ലാവരിലുമുള്ള ചൈതന്യം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ എന്താ അത്യാഗ്രഹം? ആർക്ക് അത്യാഗ്രഹം? നിനക്കുള്ളത് എനിക്ക് വേണം, നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണം, നിനക്ക് പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രൊമോഷൻ കിട്ടണം, നിനക്ക് ലോട്ടറി അടിച്ചില്ലെങ്കിലും എനിക്ക് ലോട്ടറി അടിക്കണം, നിനക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടണം, നിനക്ക് എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം എന്ന അത്യാഗ്രഹം എവിടെയുണ്ട്? ഞാനും നീയും ഒന്നാണ്. ഞാനും നീയും ഒന്നാണ്. എന്നിലും നിന്നിലുമുള്ള ചൈതന്യം ഒന്നാണെങ്കിൽ എവിടെയാണ് അത്യാഗ്രഹമുള്ളത്? എനിക്ക് ലഭിക്കുന്നത് നിനക്ക് ലഭിക്കണം, നിനക്ക് ലഭിക്കുന്നത് എനിക്ക് ലഭിക്കണം, എനിക്ക് ലഭിച്ചില്ലെങ്കിലും നിനക്ക് ലഭിക്കണം എന്ന് ചിന്തിക്കുന്ന വിധത്തില് ഉയരുന്നൊരു മനസ്സ്. തത്രകോ മോഹ കശോക. എവിടെയാ ദുഃഖമുള്ളത്? എവിടെയാ വാശിയുള്ളത്? എവിടെയാ അത്യാഗ്രഹമുള്ളത്? എവിടെയാ പകയുള്ളത്? എവിടെയാ ദേഷ്യമുള്ളത്? എല്ലാവരും ഒരേ ചൈതന്യത്തിന്റെ ഭാഗം. തത്രകോ മോഹ കശോക ഏകത്വം അനുവശ്യത. എല്ലാത്തിലും ഒന്നിനെ തന്നെ കാണാൻ സാധിക്കാം, ഒന്നായതിനെ കാണാൻ സാധിക്കാം. ആ ഒന്നിനെ കാണാൻ സാധിച്ചാൽ എല്ലാവരും എൻ്റെ ആൾക്കാര്,
എന്റെ ശരീരം എനിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതവും നിങ്ങളും എനിക്ക് പ്രധാനപ്പെട്ടവനാണ്, എല്ലാവരും എന്റേതാണ് എന്നൊരു തോന്നൽ വരുന്ന ആ വാസ്റ്റ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ല, യൂണിറ്റി ഇൻ യൂണിറ്റി തന്നെ അത്ര ധന്യമായിട്ട് ഏഴാമത്തെ മന്ത്രത്തില് പറയുന്നു. തത്രകോ മോഹകശോക ഏകത്വം അനുപശ്യത. ഒരേ തരത്തിലുള്ള ഒരു വീക്ഷണം ഉണ്ടാവാം. ഒന്നിനെ കുറിച്ചും അത്യാഗ്രഹമില്ല, ഒന്നിനെ കുറിച്ചും വാശിയില്ല, ഒന്നിനെ കുറിച്ചും ദുഃഖമില്ല, പരിധിക്കപ്പുറം ഒന്നിനെ കുറിച്ച് സന്തോഷവുമില്ല. അതുകൊണ്ട് ചിന്തിക്കുക, സമത്വത്തോടുകൂടി, സമദർശനത്തോടുകൂടി, സമത്വ വീക്ഷണത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് അതിപുരാതനമായിട്ടുള്ള ഈശാവാസ്യ ഉപനിഷത്തിൽ വിവരിക്കുന്നു. സപര്യാഗ ചുക്രമകായം അവ്രണം അസ്നാവിരം ശുദ്ധമഭാവവിദ്ധം കവിർമനീഷി പരിഭു സ്വയംപുര്യാധ തത്യതോർത്താൻ വ്യതഥാ ശാശ്വതീഭ്യ സമാഭ്യ. നല്ലൊരർത്ഥാണ് അതിനുള്ളത്. ചരാചരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന തേജോമയമായ ചൈതന്യം ശരീരരഹിതമാണ്. കായം, അതിന് ശരീരമില്ല, അത് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു, എനർജി പോലെയാണ്. പ്രകാശത്തിന് ശരീരമില്ല, ശബ്ദത്തിന് ശരീരമില്ല, താപ ഊർജത്തിന് ശരീരമില്ല, വൈദ്യുതിക്ക് ശരീരമില്ല, ഊർജം പോലെ നിലനിൽക്കുന്നു. ചരാചരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന തേജോമയമായ ചൈതന്യം ശരീരരഹിതമാണ്, അത് നാശമില്ലാത്തതാണ്. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നചൈനം ക്ലേദയന്ത്യാപോ നച ശോഷയതി മാരുത. അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ പറ്റില്ല, വായു കൊണ്ട് ശോഷിപ്പിക്കാൻ സാധ്യമല്ല, വെള്ളം കൊണ്ട് അലിയിപ്പിച്ചില്ലാതെയാക്കാൻ സാധിക്കില്ല, ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല. അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ അശോഷ്യേവച നിത്യം സർവഗതസ്ഥാണു രജലോയം സനാതന. ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല, അഗ്നി കൊണ്ട് കത്തിച്ചില്ലാതെയാക്കാൻ സാധിക്കില്ല, വായു കൊണ്ട് അലിയിപ്പിക്കാൻ സാധ്യമല്ല, വെള്ളത്തിൽ ഡിസോൾവ് ഔട്ട് ചെയ്യാൻ സാധ്യമല്ല. സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു, അചഞ്ചലമായിട്ട് നിൽക്കുന്നു, എന്നും എക്കാലവും നിലനിൽക്കുന്നു. അതാണ് സനാതനം. അതിന് നാശമില്ലാത്തത്, അതിന് ശരീരമില്ല, അതുപോലെ തന്നെ അതിന് ഞരമ്പുകളില്ല, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അത് ശുദ്ധമാണ്, പരമമായിട്ടും ശുദ്ധമാണ്, അത് കളങ്കരഹിതമാണ്, അത് സ്വയം ജനിക്കുന്നതുമാണ്. അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം, പാപം ഏൽക്കാത്തതാണ്. കവിർമനീഷിഹി, ശ്രേഷ്ഠന്മാരായ വേദപണ്ഡിതന്മാര്, ഉപനിഷത്തുകളെ കുറിച്ച് അറിയുന്ന കവികള്, മഹാകവികൾ എന്ന് പറഞ്ഞാല് ബുദ്ധിജീവികള്, മെമ്പർഷിപ്പിന് വേണ്ടി ജീവിക്കുന്ന ഇന്നത്തെ ബുദ്ധിജീവികളെ പോലെയുള്ളവരുടെ ബുദ്ധിജീവികളല്ല. അത് വോട്ടിന് വേണ്ടിയും വോട്ട് ബാങ്കിന് വേണ്ടിയും സർവ്വതിനെയും കച്ചവടം നടത്തുന്ന, സർട്ടിഫിക്കറ്റ് വാപസി നടത്തിയവരാണ്, അവാർഡ് വാപസി നടത്തിയവരാണ്. എം ടി വാസുദേവൻ നായർ പറഞ്ഞ മാതിരി അവാർഡ് മേടിച്ചവർ തിരിച്ചു കൊടുത്തു, അവാർഡ് കിട്ടിയവർ തിരിച്ചു കൊടുത്തില്ല എന്ന് പറയുന്ന പോലെ തിരിച്ചു കൊടുക്കുന്ന ബുദ്ധിജീവികളെ കുറിച്ചിട്ടല്ല ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത്. യഥാർത്ഥ ബുദ്ധിജീവികൾ, അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ഇപ്പൊ ഇല്ല. കവിർ മനീഷി പരിഭൂഹു സ്വയംഭുര്യാത, തന്നെത്താനെ ഉണ്ടാവുന്നതാ. Energy can neither be created nor be destroyed. If one form of energy changes, it will appear in another form. Matter can neither be created nor be destroyed. If one form of matter changes, it will appear in another form. ഇപ്പം മാറ്ററിന്റെ അടിസ്ഥാന ഘടകങ്ങളും ഊർജത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളും ഒരേപോലെ നിലനിൽക്കുന്നു. മാറ്ററിനെ എനർജിയും എനർജിയെ മാറ്ററുമാക്കി മാറ്റാൻ സാധിക്കും. രണ്ടും സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു. E=mc² എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഇക്വേഷൻ പ്രകാരം സ്വയംപുര്യാദ തത്യതോർത്താൻ വ്യതഥാ ശാശ്വതീഭ്യ സമാഭ്യ, എല്ലാത്തിനെയും വലയം ചെയ്ത് ശാശ്വതമായി നിലനിൽക്കുന്ന ആ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക. ആ ഈശ്വരൻ പറഞ്ഞിട്ടില്ല ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. അത് പറയാൻ പറ്റുന്ന ഈശ്വരനല്ല, ശരീരം പോലും ഇല്ലാത്ത ഈശ്വരനാണ്, പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരനാണ്. എന്നെ അല്ലാണ്ട് മറ്റൊരു ദൈവത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, മറ്റു ദൈവത്തെ ആരാധിക്കുന്നവരെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, എന്റെ വഴി മാത്രമാണ് ശരിയെന്ന് ആ ദൈവം പറഞ്ഞിട്ടില്ല, ഞാനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിലുള്ളത് നീ വായിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, അന്ത്യനാളിൽ ഞാൻ വിധി കൽപ്പിക്കാൻ വരുമെന്ന് ഈ ദൈവം പറഞ്ഞിട്ടില്ല, ഈ എന്റെ കൂടെ നിന്നവരെ സ്വർഗത്തിലേക്കും അല്ലാത്തവരെ പർഗൈറ്ററിയിലേക്കും അയക്കുമെന്ന് ഈ ദൈവം പറഞ്ഞിട്ടില്ല. ആ ദൈവത്തെക്കുറിച്ച് ഹൈന്ദവ ജനത അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്നിട്ട് ഈശാവാസ്യം ഇദം സർവം എന്ന് പ്രഖ്യാപിച്ചത്. ആ ദൈവം മനുഷ്യന്റെ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും അസൂയയും ഉള്ളതല്ല. ആ ദൈവത്തിന് വികാര വിചാരങ്ങളില്ല, സാക്ഷി ഭാവത്തിൽ സർവ്വതിനെയും നോക്കി നിലനിൽക്കുന്നു. ആ ദൈവം അത് ശരീരമില്ലാതെ എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്നു എന്ന് യജ്ഞവൽക്യ മഹർഷി ഈശാവാസ്യ ഉപനിഷത്തിലെ 8ാമത്തെ ശ്ലോകത്തിലൂടെ പറയും. അടുത്തത് 9ഉം 10ഉമാണ് വായിക്കേണ്ടത്.
പക്ഷെ 9ഉം 10ഉം വായിക്കുന്നതിന് മുമ്പ് 11ാമത്തെ വായിച്ചാൽ 9ഉം 10ഉം വിവരിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് 11ാമത്തെ ആദ്യം വായിക്കാം. വിദ്യാം ച അവിദ്യാം ച യസ്തദ്വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്താ വിദ്യയാമൃതമശ്നുതി. വിദ്യ, വിദ്യ അറിവ്. എന്താണ് വിദ്യ, എന്താണ് അവിദ്യ? വൈദിക ഭാഷയില് വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ്, ആന്തരികമായിട്ടുള്ളത്, അനുഭവവേദ്യമാകുന്ന ആത്മീയമായ അറിവ്, മനസ്സിനെ ചൈതന്യവത്താക്കാനുള്ളത് വിദ്യ. അവിദ്യ എക്സ്റ്റേണൽ, ബാഹ്യമായിട്ടുള്ളത്, എക്സ്പെരിമെന്റബിൾ, പരീക്ഷണ ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്, സയന്റിഫിക് നോളജ്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട നോളജ് അവിദ്യ. വിദ്യയുടെ ഓപ്പോസിറ്റ് അല്ല വിദ്യ. വിദ്യ എക്സ്പീരിയൻഷ്യലാണ്, മറ്റത് എക്സ്പെരിമെന്റബിൾ ആണ് എന്ന് വേണമെങ്കിൽ ഓപ്പോസിറ്റ് പറയാം, അല്ലാതെ ഓപ്പോസിറ്റ് അല്ല. അവിദ്യ നെഗറ്റീവ് വാക്കല്ല, സത്യത്തിന്റെ ഓപ്പോസിറ്റ് അസത്യം പോലെ, ജ്ഞാനത്തിന്റെ ഓപ്പോസിറ്റ് അജ്ഞാനം പോലെ ഓപ്പോസിറ്റ് വാക്കുകളല്ല വിദ്യയും അവിദ്യയും. ഒന്നിനൊന്ന് കോംപ്ലിമെന്ററി ആണ് എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നു. വിദ്യാം ച അവിദ്യാം ച യസ്തദ് വേദ ഉഭയം സഹ. 2 തരത്തിലുള്ള അറിവുണ്ട്. ഉഭയം 2, വേദ ഉഭയം 2 തരത്തിലുള്ള അറിവുണ്ട്. അത് രണ്ടും സഹ ചേർക്കണം. വിദ്യ എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് ഫോർ ദ മൈൻഡ്, external experimentable scientific knowledge for the body or for the physical phenomenon, the other one for the spiritual phenomenon. സ്പിരിച്വൽ ആയിട്ടുള്ള അറിവ് വിദ്യ, സയന്റിഫിക് ആയിട്ടെന്ന് പറയാവുന്ന അറിവ് അവിദ്യ. പദാനുപദം ആ വാക്ക് ശരിയല്ല, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവിദ്യയാ മൃത്യും തീർത്തുക, സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിതത്തിലെ ദുഃഖങ്ങളെ അതിജീവിക്കുക. വിദ്യയാ മൃതമശ്നുതി, ആത്മീയമായ വിദ്യ കൊണ്ട് മാനസികമായിട്ട് നല്ല ശാന്തിയിലേക്ക് എത്തുക, അമരത്വത്തിലേക്ക് വരിക. ജീവിതത്തിൽ ചൂടുണ്ടെങ്കിൽ സയൻസിന്റെ പ്രോഡക്റ്റായ ഫാൻ ഉപയോഗിച്ച് ആ ചൂടകറ്റുക, അല്ലെങ്കിൽ സയൻസിന്റെ പ്രോഡക്റ്റായിട്ട് എയർ കണ്ടീഷണർ ഉപയോഗിച്ച് ശരീരത്തിന്റെ ദുഃഖം മാറ്റുക. നല്ല ഭക്ഷണം സയന്റിഫിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിച്ച് ശരീരത്തിന്റെ വിശപ്പ് മാറ്റുക. നല്ല വാട്ടർ, ഡ്രിങ്ക്, പോർട്ടബിൾ വാട്ടർ ഉപയോഗിച്ചിട്ട് ബോട്ടിലുള്ള വാങ്ങിച്ചിട്ട് ദാഹം മാറ്റുക. അതുപോലെ തന്നെ നല്ല സിനിമകൾ കാണാം, സയന്റിഫിക് പ്രോഡക്റ്റുകളാണ്. അത് ജീവിതത്തിലെ ശാരീരികമായിട്ടുള്ള സുഖത്തിനും നന്മയ്ക്ക് ഉപയോഗിക്കാം. മാനസികമായിട്ടുള്ള സുഖത്തിനും സന്തോഷത്തിനും ദുഃഖമില്ലാതെയാക്കാനും ആത്മീയമായ വിദ്യയിലൂടെ പോകാം. ആത്മീയ വിദ്യ മനസ്സിന്റെ ടോണിക്കാണ്, ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിന്റെ ടോണിക്കാണ്. ആത്മീയത മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നു. ആത്മീയത നിറഞ്ഞ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും മനസ്സിനെ എനർജൈസ് ചെയ്യുന്നു. അതുപോലെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും മൈക്രോ ന്യൂട്രിയന്റും ശരീരത്തെ ചൈതന്യവത്താക്കുന്നു. എങ്ങനെയാണോ ശരീരത്തിന് ആഹാരം വേണ്ടത്, അതുപോലെയാണ് മനസ്സിന് ആത്മീയത വേണ്ടത്. അതുകൊണ്ട് അവിദ്യയാ മൃത്യും തീർത്തുക, സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖങ്ങളെ, മൃത്യു എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങള്, വേദനകള്, തടസ്സങ്ങള്, അപകടങ്ങള്. മൃത്യു എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയ ഹോമം നടത്താൻ വെച്ചാൽ മരണം ഇല്ലാതാക്കാനുള്ള ഹോമമല്ല. 93 വയസ്സായിട്ടുള്ള രാഷ്ട്രീയ ആചാര്യന് മൃത്യുഞ്ജയ ഹോമം നടത്തി കഴിഞ്ഞാൽ അങ്ങനെ മരിക്കാണ്ടിരിക്കുമോ? അപ്പൊ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും തടസ്സങ്ങളും പ്രശ്നങ്ങളും അതിനെ തരണം ചെയ്യാൻ സയന്റിഫിക് ടൂൾ ഉപയോഗിക്കാം. എന്നിട്ട് ശാശ്വതമായിട്ടുള്ള സമാധാനത്തിനും സന്തോഷത്തിനും മനസ്സിനെ ചൈതന്യവത്താക്കാനും വിദ്യ, സ്പിരിച്വൽ നോളജ് ഉപയോഗിക്കാം. ഭാരതത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന റിലീജിയൻ അല്ല. ഇത് മനസ്സിലാക്കാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും യുക്തിവാദികൾക്കും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള വസ്തുത. എന്തോ പുറത്തെ ചിലരൊക്കെ പഠിച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയോ ഇവിടുത്തെ പൈതൃകം വായിക്കുകയോ പോലും ചെയ്യാതെ കത്തിക്കാളി ബൈബിളിന്റെയും ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഭാരതീയ പൈതൃകത്തെ വിശകലനം ചെയ്താൽ എന്തൊരു അബദ്ധം. മഹാകവി കുമാരനാശാന്റെ വീണപൂവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോവലും ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന മാതിരിയാണ് യഥാർത്ഥത്തില് നമ്മുടെ ഈ ഉപനിഷത്തുക്കളെയും വേദങ്ങളെയും ബൈബിളും ഖുറാനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. എന്തൊരു അബദ്ധാറിയോ. അത് ശരിക്കും ഞാൻ പറയാം, ദേഷ്യത്തോടുകൂടി പറയല്ല, അറബിയിലും ഇസ്രായേലിലുമുള്ള മരുഭൂമിയിൽ ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാകൃതരായ ജനങ്ങളെ കുറച്ചുകൂടി സംസ്കാര സമ്പന്നരാക്കാൻ, ഇവിടെ സംസ്കാരത്തിന്റെ പരമകാഷ്ഠയിലെത്തി വേദം പഠിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഉപനിഷത്തുകൾ എഴുതിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് പുരാണം, അതിന്റെ മുകളിൽ കയറിയവർക്ക് മഹാഭാരതം,
അതിന്റെ മുകളിൽ കയറിയവർക്ക് വാൽമീകി രാമായണം, അതിന്റെ മുകളിലേക്ക് കയറിയവർക്ക് വേദം, അതിന്റെ മുകളിലേക്ക് കയറിയവർക്കാണ് ഉപനിഷത്ത്. ഈ ഉപനിഷത്തുകളും വേദങ്ങളുമാണ് ഭാരതത്തിൽ ആദ്യം ഉണ്ടായത്, പുരാണങ്ങളല്ല. വേദങ്ങളും ഉപനിഷത്തുക്കളും കൃതയുഗത്തിലുണ്ടായി, രാമായണം ത്രേതായുഗത്തിലുണ്ടായി, മഹാഭാരതവും ഭാഗവതവും ദ്വാപരയുഗത്തിലുണ്ടായി. പുരാണങ്ങളിൽ പലതും ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിലോ കലിയുഗത്തിലോ ആണ് ഉണ്ടായത്. ആദ്യം ഉണ്ടായത് വേദങ്ങളാണ്. ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഉപനിഷത്തുകൾ എഴുതിയത്, പ്രാകൃതരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിംകൾക്കും സാധിക്കാതെ അവിടെ ഉള്ളത് ഇവിടെ ഇറക്കുമതി ചെയ്തിട്ട് അവർ ജീവിക്കുന്നുണ്ടല്ലോ എന്നാണുമ്പോൾ ഈ നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയത് ഹന്തഭാഗ്യം ജനാന, ജനങ്ങളുടെ ഗതികേട് എന്ന ഒരർത്ഥം അതിനുണ്ട്, വേറൊരു അർത്ഥവും കൂടിയുണ്ട്. അപ്പൊ ഇവരെ പറ്റിച്ചിട്ട് ഇവിടുത്തെ കർദിനാൾമാരും ബിഷപ്പുമാരും ഓരോരുത്തരും നല്ല മഹാസാഗരത്തിലിരിക്കുന്ന ഹിന്ദുക്കളെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച മതപരിവർത്തനത്തിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നു. എന്തുകൊണ്ട് പറ്റി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടവരൊന്നും അത് ചെയ്തില്ല. സംഘടനാ ശക്തി കൂട്ടി മറ്റു പലതും ചെയ്തു, അറിവ് നേടി അറിവ് കൊടുക്കാൻ ഒരു വിഭാഗത്തിനെ ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് നമ്മുടെ പൂർവികർ പറഞ്ഞ വരി ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്തിലെ 11ാമത്തെ ശ്ലോകം. ആൽബർട്ട് ഐൻസ്റ്റീനും പറഞ്ഞത് ദ റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ലേം ആൻഡ് സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ബ്ലൈൻഡ്. ഭാരതത്തിൽ നോക്കി അദ്ദേഹം തിരിച്ചു പറഞ്ഞു, സയൻസ് വിത്തൗട്ട് സ്പിരിച്വാലിറ്റി ഈസ് ബ്ലൈൻഡ്, സ്പിരിച്വാലിറ്റി വിത്തൗട്ട് സയൻസ് ഈസ് ലേം. റിലീജിയന് പകരം സ്പിരിച്വാലിറ്റി. I will be pointing out only one nation under the sky where all the knowledge existed. Where all the knowledge existed under the same umbrella. അത് ഭാരതമാണ്. ഭഗവത്ഗീതയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാറുണ്ട്, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോത്തസിസ് ആൻഡ് തിയറം. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറഞ്ഞിട്ടുണ്ട്, ഹി ക്യാരിഡ് വിത്ത് ഹിം ദ ഭഗവത്ഗീത ഫോർ ദ ലാസ്റ്റ് 10 years ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിന്റെ അവസാനത്തെ 10 വർഷക്കാലം ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീതയും കൊണ്ടാണ് നടന്നിരുന്നത്. ആ ഭഗവത്ഗീത സർവോപനിഷദോ ഗാവോ ദുഗ്ധ ഗോപാലനന്ദന, എല്ലാ ഉപനിഷത്തുക്കളുടെയും സത്തമാണ് ഭഗവത്ഗീത. 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 5156 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീത ഉപനിഷത്തുക്കളുടെ സത്താണ്. അതിലെ ഉപനിഷത്തിൽ ഒന്നാണ് വിദ്യാം ച യസ്തേദ ഉഭയം സഹ. അത് കൃഷ്ണനും അവിടെ പറയുന്നുണ്ട്, 14ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യതേ അശുഭ. ആത്മീയമായ അറിവ് ശാസ്ത്രീയമായ അറിവ് കൊണ്ട് കൂടി വിശകലനം ചെയ്ത് വേണം ഉപയോഗിക്കാൻ അർജുന. സ്പിരിച്വൽ നോളജ് അതേപോലെ ഉപയോഗിക്കരുത്, സയന്റിഫിക് നോളജും കൂടി ചേർത്ത് ഉപയോഗിച്ചാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഇവിടെ അത് തന്നെ പറയുന്നു ഈശാവാസ്യ ഉപനിഷത്തിലെ 11ാമത്തെ വരിയില്. എറ്റേണൽ എക്സ്പീരിയൻഷ്യൽ സ്പിരിച്വൽ നോളജ് വേണം, അതുപോലെ എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ് വേണം. ഇത് ഒരെണ്ണം മാത്രം പോരാ, രണ്ടും കൂടി ചേർത്ത് വേണം എന്ന് പറഞ്ഞ് 9ാമത്തെ ശ്ലോകത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാണ്. 11 കഴിഞ്ഞിട്ട് 9ലേക്ക്. അന്ധം തമ പ്രവിശന്തിയെ അവിദ്യാമുപാസതേ തതോ ഭൂയ യുവതേ തമോ യവു വിദ്യായാം ദദാഹ. ആരാണോ സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത്, അവര് അന്ധം തമ പ്രവിശന്തി. ഒരാളല്ല, അവര് പ്ലൂരല്. കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പ്രവിശന്നു. അന്ധം തമഹ തേ പ്രവിശന്തി. കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു. ഏ അവിദ്യാമുപാസതേ. സയൻസ് കൊണ്ട് മാനവരാശിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവര് സ്വയം അന്ധമായ വിശ്വാസത്തിലേക്ക് പോകുന്നു. തതോ ഭൂയ ഇവതേ തമോ യവു വിദ്യായാം ദദാഹ. അവര് തന്നെ ഏത് കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണോ പോകുന്നത്, അതേപോലെ ആത്മീയത കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത് ആരാണോ അവരും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് പോകുന്നത്. എന്ത് ഗംഭീരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നോക്കുക. സയൻസ് ക്യാൻ സോൾവ് ഓൾ ദ ഹ്യൂമൻ പ്രോബ്ലം. റോങ്. സ്പിരിച്വാലിറ്റി ക്യാൻ സോൾവ് ഓൾ ദ ഹ്യൂമൻ പ്രോബ്ലം. അബ്സൊല്യൂട്ട്ലി റോങ്. സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് ആർ റിക്വയർഡ് ഫോർ സോൾവിംഗ് ദി ഹ്യൂമൻ പ്രോബ്ലം. ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. ഇത് ലോകം ഇന്ന് അംഗീകരിച്ചു വെച്ചിരിക്കുന്നതാണ്. സയൻസ് കനോട്ട് സോൾവ് ഓൾ ദ ഹ്യൂമൻ പ്രോബ്ലം ബിക്കോസ് മൈൻഡ് കനോട്ട് ബി ആക്ടിവേറ്റഡ്, എനർജൈസ്ഡ്. ത്രൂ സയൻസ് യു നീഡ് സ്പിരിച്വാലിറ്റി. അപ്പൊ എന്ത് ഭംഗിയായിട്ട് 9ാമത്തെ ശ്ലോകത്തിൽ അന്ധം തമ പ്രവിശന്തിയെ അവിദ്യാമുപാസതേ തതോ ഭൂയ യുവതേ തമോ യവു വിദ്യായാം ദദാഹ. കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പോകുന്നു. ആര്?
ആരാണോ സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്? ഒരിക്കൽ എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം ജൂലൈ 7-ാം തീയതി ആൾമോസ്റ്റ് അവൾ മരിച്ചു. ഡോക്ടർമാര് 19 ഡോക്ടർമാരുടെ ടീമാണ് അവളെ നോക്കിയത്. ഇത് പേഴ്സണലാണ്, ക്ഷമിക്കണം പറയുന്നതിൽ. 19 പേരും പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കഴിഞ്ഞു. ഞങ്ങൾ 24 മണിക്കൂർ ശ്രമിച്ചു. ഞങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോഡി ടെമ്പറേച്ചർ അങ്ങ് കയറുകയും കുറയുകയും ചെയ്യുന്നു. BP അങ്ങ് ഷൂട്ടപ്പ് ചെയ്യുന്നു, കുത്തനെ താഴുന്നു. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1.6 ലക്ഷം ഉണ്ടാവേണ്ട സ്ഥാനത്ത് 30,000 കുറഞ്ഞു. തികച്ചും ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ജീവിച്ച എൻ്റെ ഭാര്യയെ ആശുപത്രിയിലെ ഇന്റൻസിറ്റി കെയർ യൂണിറ്റിൽ കിടന്ന് മരിക്കാൻ അനുവദിക്കണില്ല, ഞാൻ കൊണ്ടുപോവാണ്. അവൾ എൻ്റെ മടിയിൽ കിടന്ന് മരിക്കട്ടെ, സാരമില്ല. 33 വർഷം 35 വർഷത്തോളം എനിക്ക് വേണ്ടി ജീവിച്ചവളാണ് അവള്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞൊരു വരിയുണ്ട്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർമാര് ജീവിക്കില്ലെന്ന് പറഞ്ഞ് എഴുതി സർട്ടിഫൈ ചെയ്ത കേസ് മിനിറ്റുകൾ കൊണ്ട് റിക്കവർ ചെയ്തിട്ട് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാമെന്ന് പറയുന്ന ചില കേസുകൾ മിനിറ്റുകൾ കൊണ്ട് തീർന്നിട്ടുമുണ്ട്. ഞങ്ങൾ വാക്കുകൊടുത്ത പല രോഗികളും മരിച്ചിട്ടുണ്ട്. മരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞവർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു വന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഡോക്ടർ ഗോപാലകൃഷ്ണനെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇവിടെ കിടക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. ശരി പറഞ്ഞു. അന്ന് വൈകുന്നേരം, കഴിഞ്ഞ വർഷം ജൂലൈ 7-ാം തീയതി വൈകുന്നേരം അവൾ കുറച്ച് നോർമലായി. അടുത്ത ദിവസം കുറേ നോർമലായി. അടുത്ത ദിവസം നോർമൽ സെല്ലിലേക്ക് മാറ്റി. പിന്നത്തെ ദിവസം വീട്ടിലേക്ക് വന്നു. അടുത്ത ദിവസം ഓഫീസിലേക്ക് പോയി. ഇതാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത്. എനിക്ക് അത്ഭുതത്തോടുകൂടി പറയുന്ന വ്യക്തിപരമായ കാര്യമാണ്, ക്ഷമിക്കണം. അതുകൊണ്ട് ഇവിടെ ഓർമ്മിക്കാനുള്ളത്, സയൻസിന് ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കില്ല. ഡോക്ടർമാർ പറഞ്ഞത് ഞങ്ങൾ ചികിത്സിക്കുന്നു, അസുഖം ഭേദമാക്കേണ്ടത് പ്രകൃതി ചൈതന്യമാണ്, ഈശ്വരനാണ്, ഞങ്ങളല്ല. അതാണ് ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ, നമ്മുടെ ഈ മന്ത്രിമാരെ പോലെയുള്ള അസുരവിത്തുക്കളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓർമ്മിക്കുക, ഈശാവാസ്യ ഉപനിഷത്തിന് 10-ാമത്തെ ശ്ലോകം, അന്യദേവാഹുർവിദ്യയാ അന്യദാഹുരവിദ്യയാ ഇതി ശുശ്രൂമധീരാണാം ഏനസ്തദ്വ്യജചക്ഷിരേ. ഇതിനെ ഒരു ദിവസം വിവരിച്ചാലും തീരില്ല. അന്യദേവാഹുർവിദ്യയാ, ഈ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ അത് എക്സ്പീരിയൻഷ്യൽ നോളജ് തന്നെ ഉപയോഗിക്കണം, അത് സ്പിരിച്വൽ നോളജ് തന്നെ ഉപയോഗിക്കണം. മനസ്സിനെ എനർജൈസ് ചെയ്യുന്ന, മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന, മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കണം. ഇപ്പോ അന്യദേവാഹുർവിദ്യയ, ചില ചൈതന്യത്തെ ഉത്തേജിപ്പിക്കാൻ ആത്മീയമായ അറിവ് വേണം. അന്യദാഹുരവിദ്യയ, വേറെ ചില ചൈതന്യത്തെ ഉത്തേജിപ്പിക്കാൻ സയന്റിഫിക് നോളജ് വേണം. ഇതി ശുശ്രൂമധീരാണ്, ധീരന്മാര്, ബുദ്ധിവൈഭവമുള്ളവര്, ബുദ്ധിജീവികളല്ലാട്ടോ, അവരെ കുറിച്ച് ഈശാവാസ്യോപനിഷത്ത് പറഞ്ഞിട്ടേ ഇല്ല. ബുദ്ധിവൈഭവമുള്ള ധീരന്മാർ, ധീരന്മാരെന്ന് വെച്ചാൽ ബുദ്ധിവൈഭവമുള്ളവരാണ്, ഭീരുക്കളല്ല അവര്, ധീരന്മാരാണ്. ബുദ്ധിവൈഭവമുള്ളവരെയാണ് ധീരന്മാരെന്ന് പറയാം. യുദ്ധത്തിൽ പോകുന്നവരെ അല്ല ധീരന്മാരെന്ന് പറയാം. ബുദ്ധിവൈഭവം, ധീരാഹ, അതുള്ളവന്. ഇതി ശുശ്രൂമ എന്ന് നമ്മളെ കേൾപ്പിക്കുന്നു. നമ്മളിത് കേൾക്കുന്നു, ധീരന്മാര് പറയുന്ന നമ്മളെ കേൾക്കുന്നു. എന്താണ് അവർ പറയുന്നത്? അന്യദേവാഹുർവിദ്യ, കുറേയധികം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മനസ്സിനെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം. വേറെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് സയൻസ് ഉപയോഗിച്ചിട്ട് നേടണം. ശരിയാണ്, ശാരീരികമായ ചികിത്സയ്ക്കെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള ടൂൾ ഉപയോഗിക്കുന്നു. മാനസികമായിട്ടുള്ള ചികിത്സയ്ക്ക് പലപ്പോഴും ആത്മീയതയും കൗൺസലിങ്ങും നല്ല കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ആത്മീയ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോ ഒത്തിരി കാര്യങ്ങൾ നേടാനായിട്ട്, മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് ആത്മീയത വേണം. അത് അന്യദേവാഹുർവിദ്യ, അതിനെ ദേവന്മാരെന്ന് പേരാ കൊടുത്തത്. അന്യദാഹുരവിദ്യ, വേറെ ചിലതിനൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന മരുന്ന് വേണം. MRI നോക്കണം, ECG നോക്കണം, CT സ്കാനിങ് നോക്കണം,
പലപ്പോഴും പേസ് മേക്കർ വെക്കേണ്ടി വരും ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കാനായിട്ട്. ഇതൊക്കെ സയന്റിഫിക് കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ചിലതിൽ ആത്മീയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ച് ചൈതന്യവത്താക്കണം, വേറെ ചിലതിനെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ടെക്നോളജിക്കൽ കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് എനർജൈസ് ചെയ്യണം. ഇതി ശുശ്രൂമധീരാണാം, ധീരന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ളവർ പറയുന്നു, ഈ നസ്തദ്വ്യചക്ഷിരേ, ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ നീ അറിയണം. നീ എന്ന് വെച്ചാൽ ഉപനിഷത്ത് വായിക്കുന്നവർ, അർജുനനല്ല, ഉപനിഷത്ത് വായിക്കുന്നവർ അറിയണം. ചിലതിന് സ്പിരിച്വൽ നോളജും മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള മെത്തേഡും വേണം, വേറെ ചിലതിന് സയന്റിഫിക് നോളജും ശരീരത്തെയും മറ്റുള്ളതിനെയും ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള നോളജാണ് വേണ്ടത് എന്ന് പറയുന്നു. ഇനി അടുത്ത വരി, ഇപ്പൊ പറഞ്ഞത് മനസ്സും ശരീരത്തിനും ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള നോളജിന്റെ കാര്യങ്ങളാണ്. നോളജ്, വിദ്യ. ഇനി മെറ്റീരിയലിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അന്ധം തമ പ്രവിശന്തി ഏ അസംഭൂതിമുപാസതേ തതോ ഭൂയ യുവതേ തമോ യൗ സംഭൂത്യാമൃതാഹ. ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള സാധനങ്ങളാണുള്ളത്, രണ്ട് തരത്തിലുള്ള മെറ്റീരിയലോ മാറ്ററോ ആണുള്ളത്. ഒന്ന് തന്നെത്താനെ ജനിച്ചു നിലനിൽക്കുന്നത്, വേറൊന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. വൺ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്, ദ വൺ എക്സിസ്റ്റിംഗ് ഹിയർ ഫ്രം ടൈം ഇമ്മമോറിയൽ. ഈ 114 മൂലകങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, ഈ പ്രപഞ്ചത്തിലുള്ളതാ. എല്ലാ എലിമെന്റുകളും, ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും ക്ലോറിനും ഫ്ലൂറിനും ബ്രോമിനും ഏതെടുത്താലും ശരി, ഈ പ്രകാശം എടുത്താലും ശരി, ശബ്ദതരംഗം എടുത്താലും ശരി, ഭൂമിയുടെ ഗ്രാവിറ്റി എടുത്താലും ശരി, ഭൂമി എടുത്താലും ശരി, റോക്ക് എടുത്താലും ശരി, അയൺ എടുത്താലും അലൂമിനിയം എടുത്താലും വനേഡിയം എടുത്താലും ഇവിടെ ഉള്ളതാ. അതുപോലെ ഈശ്വര ചൈതന്യവും ഇവിടെ ഉള്ളത്, ആരും സൃഷ്ടിച്ചതല്ല, നമ്മളത് അറിയാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ എലിമെന്റുകളും എനർജിയും അത് സംഭൂതിയാണ്, തന്നെത്താനെ ഉണ്ടായതാണ്, ഗ്ലോറിയസ്ലി നിലനിൽക്കുന്നതാണ്. ഇറ്റ് ഗോട്ട് ഇവോൾവ്ഡ് ബൈ ഇറ്റ് സെൽഫ്. അതിനെ ആരും സൃഷ്ടിച്ചതല്ല. കാർബണിനെ ആരും സൃഷ്ടിക്കാൻ സാധ്യമല്ല, നൈട്രജനും ആരും സൃഷ്ടിക്കാൻ സാധ്യമല്ല, പ്രകാശത്തിനെ ആരും സൃഷ്ടിക്കാൻ സാധ്യമല്ല, സൂര്യനെ സൃഷ്ടിക്കാൻ സാധിക്കില്ല, ഭൂമിയെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതിവിടെ ഉള്ളതാണ്, ബിഗ് ബാങ്ങിലൂടെയോ മറ്റോ ഉണ്ടായതാണെന്ന് പറയാം, മനുഷ്യനുണ്ടാക്കിയതല്ല. വേറെ ചിലത് മനുഷ്യനുണ്ടാക്കുന്നത്, അസംഭൂതി. ലഡുവും ജിലേബിയും ദോശയും ഇഡലിയും വാഹനവും സൈക്കിളും കാറും ഈ സിഗ്നലുകളും റോഡും അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്, അത് അസംഭൂതിയാണ്. Those existing here created by the nature, those created by the human being or artificially created. അപ്പോ ഇത് രണ്ടും ആവശ്യമാണ്. എങ്ങനെയാണോ വിദ്യയും അവിദ്യയും ആവശ്യമായിട്ടുള്ളത്, അതേപോലെ ജീവിതത്തെ ധന്യമാക്കാൻ those existing here is needed, those created by the human beings, these two are needed. ഇവിടെ നിലനിൽക്കുന്നത് സംഭൂതി, മനുഷ്യനുണ്ടാക്കിയത് അസംഭൂതി. അപ്പോ അന്ധം തമ പ്രവിശന്തി ഏ അസംഭൂതിമുപാസതേ. മനുഷ്യരുണ്ടാക്കിയ സാധനങ്ങൾ കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ അവർ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പോകുന്നു. ഒന്നുകൂടി പറയാം, മനുഷ്യനുണ്ടാക്കിയ സാധനങ്ങൾ അസംഭൂതി, അത് മതി മനുഷ്യന് നിലനിൽക്കാൻ എന്ന് ആരാണോ വിചാരിക്കുന്നത് അവൻ കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം പോകുന്നു. തതോ ഭൂയ യുവതേ തമോ യൗ സംഭൂത്യാമൃതാഹ. മനുഷ്യൻ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ ഉള്ളത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് ആരാണോ വിചാരിക്കുന്നത് അവനും കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് പോകുന്നു. എന്താ ഇതിന്റെ അർത്ഥം? പ്രകൃതി തന്നത് മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കരുത്, മനുഷ്യനുണ്ടാക്കിയത് മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ ശ്രമിക്കരുത്, രണ്ടും കൂടി വേണം എന്ന് ഈശാവാസ്യ ഉപനിഷത്താൾ പറയുന്നു. അന്യദേവാഹുർ അസംഭവാത് അന്യദേവാഹു സംഭവാത് അന്യദാഹുര അസംഭവാത് ഇതി ശുശ്രൂമധീരാണ നസ്തദ്വ്യചക്ഷിരേ. ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അന്യദേവാഹു സംഭവ അന്യദാഹുര അസംഭവാത്. നല്ല രസമാണത്. ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ പ്രകൃതിയിലുള്ളത് മാത്രം ഉപയോഗിച്ചേ പറ്റൂ. വേറെ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് മനുഷ്യനുണ്ടാക്കിയത് മാത്രം ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ മനുഷ്യനുണ്ടാക്കിയത് പലതും പ്രകൃതിയിൽ നിന്ന് എടുത്തുണ്ടാക്കിയതായതുകൊണ്ട് ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. എന്ത് രസമായിട്ട്, എന്ത് സിമ്പിളായിട്ടാണ്. പക്ഷെ ശരിക്കും വേദം പഠിച്ചവരും ഉപനിഷത്ത് പഠിച്ചവരും ഇങ്ങനെയൊന്നും അല്ലാട്ടോ വിവരിക്കുക.
ഞാനിത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി സയൻസ് ചേർത്ത് പറയുന്നേ ഉള്ളൂ. അപ്പൊ അന്യദേവാഹു സംഭവ അന്യദാഹുരസംഭവ. ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഈ പ്രകൃതിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. വേറെ ചിലത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടി വരും. അതിലെ ഒരെണ്ണം കൊണ്ട് മാത്രം മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നവര് അന്ധം തമപ്രവിശന്തി. അപ്പൊ ഇതി ശുശ്രൂമധീരാണാം യേനസ്തദ്വ്യജചക്ഷിരേ. ധീരന്മാര് പറയുന്നു, പ്രകൃതി പണ്ടു മുതൽക്കേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടെ നിലനിൽക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ അതും ഉപയോഗിച്ച് വേണം ജീവിതത്തെ ധന്യമാക്കാൻ എന്ന് ധീരന്മാര്, ബുദ്ധിമാന്മാരായിട്ടുള്ളവര് പറയുന്നു. ഇനി തിരിച്ച് ഈ രണ്ടിനും ആൻസറായിട്ട് സംഭൂതിം ച വിനാശം ച യസ്തദ്വേദ ഉഭയം സഹ വിനാശേന മൃത്യും തീർത്വാ സംഭൂത്യാമൃതമശ്നുതേ. എന്താ ഇതിന്റെ അർത്ഥം അറിയോ? നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. ഈ ലോകത്തിൽ രണ്ടു തരത്തിലുള്ള സാധനങ്ങളുണ്ട്, രണ്ടു തരത്തിലുള്ള വിദ്യ ഉണ്ട്. വിദ്യ, രണ്ടു തരത്തിലുള്ള അറിവ്, വിദ്യ. രണ്ടു തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. ഒന്ന് നാശമുള്ളത്, രണ്ട് നാശമില്ലാത്തത്. നാശമില്ലാത്തതാണ് എലിമെന്റുകൾ. മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, അറിയാവുന്നതാണ്. നാശമില്ലാത്തതാണ് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ നാശമില്ലാത്തത് ഇവിടെ ഉണ്ട്. അത് ഉപയോഗിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. അത് ഒരു തരം മാറ്റർ. മറ്റൊന്ന് മനുഷ്യനുണ്ടാക്കുന്നത്. റെയിൽവേ പാളം മനുഷ്യനുണ്ടാക്കിയതാണ്, റെയിൽവേ എഞ്ചിൻ മനുഷ്യനുണ്ടാക്കിയതാണ്, ന്യൂസ് പേപ്പർ മനുഷ്യനുണ്ടാക്കിയതാണ്, വാർത്തകൾ മനുഷ്യനുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പത്രക്കാരാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ ഉണ്ടാക്കിയ വീടുകളും റോഡുകളും ഈ ലൈറ്റുകളും ലാമ്പുകളും ട്യൂബ് ലൈറ്റുകളും എല്ലാം അത് സയൻസിന്റെ പ്രോഡക്റ്റാണ്. അത് ശാശ്വതമല്ല. ഒരു ട്യൂബ് ലൈറ്റ് ഫീസാവും, കുറെ കഴിയുമ്പോൾ വലിച്ചെറിയും, അത് പൊട്ടും, അത് ഡികമ്പോസ് ചെയ്യും. ഈ റോഡ് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിയും. അത് ഹരിപ്പാട് മുഴുക്ക ചേർത്തല വരെ ഉള്ളതാണെങ്കിൽ ആ സുധാകരൻ അതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അത് പൊട്ടും. അപ്പൊ അതൊക്കെ വിനാശമുള്ളതാണ്, നാശമുള്ളതാണ്. അപ്പൊ രണ്ടു തരത്തിൽ നാശമില്ലാത്ത എലിമെന്റുകളും എനർജിയും, അതുപോലെ തന്നെ നാശമുള്ള മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന പലതും. മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് നിർബന്ധമില്ല. ഇപ്പോ ഒരു തെങ്ങ് മനുഷ്യൻ സൃഷ്ടിച്ചതല്ലെങ്കിലും അതിന് നാശമുണ്ട്. മാവിന് നാശമുണ്ട്, മാങ്ങയ്ക്ക് നാശമുണ്ട്, തേങ്ങയ്ക്ക് നാശമുണ്ട്. അപ്പൊ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പലതും തന്നെ കുറച്ച് കഴിയുമ്പോൾ നശിക്കുന്നതാണ്. ഒരു മാവ് അത് മുളച്ചു വന്ന് വലുതായി അവസാനം അത് നശിക്കും. എല്ലാ മൃഗങ്ങളും നശിക്കും. പ്രകൃതിയിൽ നിന്നുണ്ടാവുന്നതാണെങ്കിലും നാശമുള്ളത് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരെണ്ണമുണ്ട്, നാശമില്ലാത്തത് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് വിനാശേന മൃത്യും തീർത്വ, നാശമുള്ളതിനെ ഉപയോഗിച്ച് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് സംഭൂത്യാമൃതമശ്നുതേ, പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ, പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്ന ആ ചൈതന്യത്തെ ഉപയോഗിച്ച് അമരത്വത്തെ പ്രാപിക്കാം. ശരിക്ക് മാറ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ എനർജിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഈ ശാവാശിവനിഷത്ത് പറയുന്നു. അടുത്തത് നല്ല രസമാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാ വിഹിതം മുഖം തത്വം പുഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഹിരൺമയേന പാത്രേണ, സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട്, സ്വർണ്ണപാത്രം കൊണ്ടല്ല, സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട്, ഹിരൺമയേന പാത്രേണ, സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട്, സത്യസ്യ മുഖം അഭിഹിതം. സത്യം എന്ന സംസ്കൃത വാക്കിന് ഇംഗ്ലീഷില് ട്രൂത്ത്, ഫാക്ട്, എസൻസ്. സത്യസ്യാ മുഖം അഭിഹിതം, സത്യസ്യാഭിഹിതം മുഖം. സത്യത്തിന്റെ ട്രൂത്ത്, ഫാക്ട്, എസൻസിന്റെ സർഫസ് സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന തിളക്കം സത്യത്തിന്റെ തിളക്കമല്ല, ഒറിജിനൽ വസ്തുവിന്റെ തിളക്കമല്ല, അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫാക്ട് അല്ല. അത് ശരിക്ക് കവർ ചെയ്യാൻ, സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് കവർ ചെയ്യാൻ. ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വധം, നിയമ വിദ്യാർത്ഥിനിയുടെ വധത്തില് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വന്ന് 3-4 ദിവസം തന്നെ ആ വധത്തിന്റെ മൊത്തം തെളിയിച്ചു എന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. അത് പച്ച കള്ളാണ്. ചെരുപ്പ് കിട്ടി, അതിൽ ചോര ഉണ്ടായിരുന്നു. 15 ദിവസം മുമ്പ് മരിച്ച സ്ത്രീയുടെ ചോര കട്ട പിടിക്കാതെ ഇരുന്നു. ഒരാളും ചോദിച്ചില്ല ഈ മരിച്ച പെൺകുട്ടിയുടെ ശവശരീരം രാത്രിക്ക് രാത്രി ശ്മശാനം തുറന്ന് കത്തിക്കാനുണ്ടായ കാരണം എന്താണ്? അത് തന്നെ കള്ളത്തരല്ലേ? ആ കള്ളത്തരത്തെ കുറിച്ച് എന്താ ചോദിക്കാത്തത്? എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് വരുന്നു. ദൂരെ നിന്ന് പത്രമാധ്യമങ്ങളിലൂടെ വരുമ്പോ
പോലീസ് ഇൻസ്പെക്ടർമാർ സത്യസന്ധര്, ഭരണാധികാരികൾ സത്യസന്ധന്മാര്, അവർ കഴിവുള്ളവര്. ഇങ്ങനെ സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് ഈ കളവും ചതിയും വഞ്ചനയും പറ്റിക്കലും എല്ലാം കവർ ചെയ്തിരിക്കുന്നു. സേവനത്തിന്റെ മാർഗത്തിലൂടെ പള്ളിയിലച്ചന്മാർ ചെയ്യുന്ന മാതിരിയാണ്. സ്കൂൾ ഉണ്ടാക്കുന്നു, കോളേജ് ഉണ്ടാക്കുന്നു, ആശുപത്രി ഉണ്ടാക്കുന്നു. അകത്ത് മുഴുവനും മതത്തിന്റെ കച്ചവടം. പുറത്തുനിന്ന് നോക്കിയാൽ മതേതരത്വം, സേവനം. ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അഭിഹിതം. എന്നിട്ട് എന്ത് പറയുന്നു? തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. പൂഷന്നപാവൃണു, സൂര്യപ്രകാശം പോലെയുള്ള അറിവിന്റെ പ്രകാശം കൊണ്ട് ആ കവറ്, സ്വർണ്ണ നിറത്തിലുള്ള കവറ് എടുത്തു മാറ്റുക. അപ്പോ സത്യവും ധർമ്മവും നിനക്ക് കാണാൻ സാധിക്കും. സത്യം എന്ന് പറയുന്നത് ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ധർമ്മം എന്ന് പറയുന്നത് ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. സത്യം എന്താണ്? ട്രൂത്ത്, ഫാക്ട്, എസൻസ് എന്താണ്? ഡ്യൂട്ടി, പ്രിവിലേജ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്? സത്യവും ധർമ്മവും കാണണമെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ആവരണത്തെ എടുത്ത് മാറ്റണം. ആ കവറിനെ എടുത്ത് മാറ്റണം. കവറിനെ എടുത്ത് മാറ്റുന്നതിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്താ പറയാ? ഡിസ്കവർ. അതിപ്പോ ഉണ്ടായ വാക്കല്ല, അത് യജുർവേദത്തിലെ ഈശാവാസ്യ ഉപനിഷത്തിലുണ്ടായ വാക്കാണ്. തത്, ആ കവറ്, ത്വം, നീയ, പൂഷൻ, അറിവിന്റെ സൂര്യപ്രകാശം കൊണ്ട്, അപാവൃണു, എടുത്തു മാറ്റുക, സത്യധർമായ ദൃഷ്ടയെ. സത്യവും ധർമ്മവും എന്താണെന്ന് കാണണമെങ്കിൽ കവർ എടുത്ത് മാറ്റുന്നതിന് പറയുന്ന പേരാണ് ഡിസ്കവർ എന്ന്. ആ കവർ എടുത്ത് മാറ്റിയാല് നമുക്ക് എന്താ കാണാൻ സാധിക്കാം? പൂഷൻ നേകർഷേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മിൻ സമൂഹ തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷസോഹമസ്മി. നല്ലൊരർത്ഥമുള്ളതാണ്. പൂഷൻ ഏകർഷേ യമസൂര്യ. യമ, സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, യാമസ്യപത്യം പുമാൻ യമ, നിമിഷത്തിന്റെ രാജാവാണ് യമൻ. കാലത്തിന്റെ രാജാവ് കാലൻ. കാലസ്യപത്യം പുമാൻ കാലഃ, യാമസ്യപത്യം പുമാൻ യമഃ. പൂഷൻ ഏകർഷേ, പൂഷനെ സൂര്യനെ വിളിക്കാം. അല്ലയോ സൂര്യദേവ, ഈ സമയത്തിന്റെ പരിധി നിന്നിലാൽ നിയന്ത്രിക്കപ്പെടുന്നു. നീയാണ് സമയത്തെ കറക്റ്റായിട്ട് അറിയിക്കുന്നത്. യമ, സൂര്യ, പ്രാജാപത്യ വ്യൂഹരശ്മിൻ സമൂഹ. പ്രജാപതി. എന്താ പ്രജാപതി എന്ന് പറഞ്ഞാല്, ഇവിടുത്തെ പള്ളിയിലച്ചന്മാരും കോശി അബ്രഹാമും ഒക്കെ യേശു പ്രജാപതിയാണെന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. ബ്രഹ്മ പ്രജാപതി, വിഷ്ണു പ്രജാപതി, രുദ്ര പ്രജാപതി. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ അധിപതിയാണ് പ്രജാപതി എന്ന് പറയുന്നത്. ബ്രഹ്മപ്രജാപതിക്ക് സരസ്വതി എന്നൊരു ഭാര്യ സാങ്കല്പികമായിട്ടുണ്ട്. ബ്രഹ്മാവ് സങ്കല്പമാണ്. ത്രിമൂർത്തി സങ്കല്പം, ത്രിശക്തി സങ്കല്പം. അപ്പോ സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ പ്രപഞ്ചത്തിലുള്ളതില് അതിനെയാണ് പ്രജാപതി എന്ന് പറയാ. അപ്പൊ യേശു ക്രിസ്തുവിനെ പ്രജാപതി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? യേശു ക്രിസ്തുവിന് ഭാര്യയില്ല. ഇനി ആ യേശു ക്രിസ്തുവിന് ഭാര്യ ഉണ്ടാക്കാൻ മലയാള മനോരമയിൽ മാട്രിമോണിയൽ കോളത്തിൽ കൊടുക്കണം. ഈ അച്ഛന്മാരും ആലഞ്ചേരി പിതാക്കന്മാരും ബിഷപ്പുമാരും ഒക്കെ കൊടുത്താലേ ശരിയാവുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് ഗംഭീരമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് യേശു ക്രിസ്തുവിലേക്കും കന്യാമറിയത്തിലേക്കും അൽഫോൺസാമയിലേക്കും മദർ തെരേസയിലേക്കൊക്കെ എടുത്തങ്ങോട്ട് ചാർത്തുകയാണ്. ഇതാണ് ചതിയും വഞ്ചന. യേശു ക്രിസ്തുവിനെയും ബൈബിളിനെയും കച്ചവടം നടത്തുക എന്ന് പറഞ്ഞാൽ. ഞാൻ വിഷയം മാറിപ്പോയതല്ല, ഈ വാക്ക് വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. തെറ്റായിട്ട് വ്യാഖ്യാനം ചെയ്ത് പലരും എഴുതിയതിനെ ഈ ബിഷപ്പുമാരും കർദിനാൽമാരും മുഖവുര എഴുതി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഈ 16ാമത്തെ മന്ത്രം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. പൂഷൻ ഏകർഷേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മിൻ സമൂഹ. വെട്ടിത്തിളങ്ങുന്ന ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് കാണാൻ ആ കവറെടുത്ത് മാറ്റിയാൽ മതി. ആ കവറെടുത്ത് മാറ്റിയാല് തേജോ യത്തേ രൂപം, തേജോമയമായ രൂപം, തേജോമയമായ രൂപത്തെ കാണും. തത്തേ പശ്യാമി, ഞങ്ങളും അവരും അതിനെ കാണുന്നു. കവറെടുത്ത് മാറ്റിയപ്പോ തേജോ യത്തേ രൂപം കല്യാണതമം, മംഗളകരമായ ആ രൂപത്തെ കാണുന്നു. തത്തേ പശ്യാമി യോസാവസൗ പുരുഷസ്വഹമസ്മി. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ച പുരുഷ ചൈതന്യം, അത് ഈ പ്രപഞ്ചത്തിലും സർവചരാചരങ്ങളിലും ഉള്ളതും എന്നിലുള്ളതും അത് തന്നെയാണെന്ന് ഞാൻ കവറെടുത്ത് മാറ്റിയപ്പോൾ തിരിച്ചറിയുന്നു. ഐ ആം റിയലൈസിംഗ് ഹൂ ആം ഐ.
ഐ ആം റിയലൈസിങ് കോഹം കോഹം കോഹം. ഞാൻ ആരാണ് എന്ന് റിയലൈസ് ചെയ്യുന്നു. എന്താ റിയലൈസ് ചെയ്തത്? സോഹം സോഹം സോഹം. ആ ചൈതന്യം തന്നെയാണ് ഞാനെന്ന് അറിവിന്റെ ചൈതന്യത്തിന്റെ പ്രകാശരശ്മി കൊണ്ട് എപ്പോഴാണോ ഞാൻ ആ കവറെടുത്ത് മാറ്റിയത്, അപ്പൊ ഞാൻ തിരിച്ചറിയുന്നു ഈ പ്രപഞ്ച ചൈതന്യവും ഞാനും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. ആ ഈശാവാസ്യോപനിഷത്തിലെ 17ാമത്തെ മന്ത്രം ഞാനിത് രാവിലെ റെക്കോർഡ് ചെയ്തപ്പോ കരഞ്ഞു. ഇവിടെ റെക്കോർഡിങ് ശരിയാവാത്തത് കൊണ്ട് അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തില്ല, ക്യാൻസൽ ചെയ്തു. വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീര ഓം കൃതസ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. അച്ഛന്റെയും അമ്മയുടെയും ഡെഡ് ബോഡി പട്ടടയിൽ വിറകിന്റെ മുകളിൽ വെക്കുമ്പോ മക്കള് ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് ചൊല്ലേണ്ട രണ്ട് വേദമന്ത്രങ്ങൾ ഇത് രണ്ടും മാത്രം. ശ്മശാനത്തിൽ വേദമന്ത്രങ്ങൾ ചൊല്ലാറില്ല. ചൊല്ലാൻ അനുവാദമുള്ള ഒരു മന്ത്രമാണ് ഈശാവാസ്യോപനിഷത്തിലെ 17ാമത്തെ മന്ത്രവും 18ാമത്തെ മന്ത്രവും. ആ മന്ത്രത്തിന്റെ അർത്ഥം എന്താ അറിയോ? മരിച്ചു കഴിഞ്ഞ ആ അച്ഛൻ അമ്മ അവരുടെ ശരീരം കുളിപ്പിച്ച് 3 ദർഭപ്പുല്ലുകൊണ്ട് കോടിമുണ്ടിൽ കെട്ടി നേരെ വിറകിന്റെ മുകളിൽ വെച്ച് ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് പറയുന്നു, വായുരനിലമൃതമതേദം. വായുവും അഗ്നിയും അമരത്വമുള്ള ജീവചൈതന്യവും കൊണ്ട് നിറഞ്ഞിരുന്ന ഈ ശരീരം വായുരനിലമൃതമതേദം. ആ ശരീരം ഭസ്മാന്തം, ഭസ്മമാകാൻ പോകുന്നു. ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർക്കുക. ഇപ്പൊ എവിടെയാ കിടക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കാം. ഏതാനും നിമിഷം കഴിഞ്ഞ് ഞങ്ങള് ഈ വിറകിന് തീ കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർമ്മിക്കാം. പാസ്റ്റിനെ കുറിച്ചും പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഓർമ്മിക്കാം. ഇത് ജീവനുള്ള മക്കള് ജീവനില്ലാത്ത അച്ഛന്റെയും അമ്മയുടെയും ശരീരം തൊട്ട് പറയുന്ന മന്ത്രമാണ്, വേദമന്ത്രം. ആ ജീവനില്ലാത്ത അച്ഛനോടും അമ്മയോടും പറയുകയാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുക. ഇപ്പൊ എവിടെയാ കിടക്കുന്നതെന്ന് ഓർക്കുക. ഏതാനും നിമിഷം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്, തിരിച്ചു പറയാറുണ്ട്. ജീവനില്ലാത്ത അച്ഛനും അമ്മയും ജീവനുള്ള മക്കളോട് പറയുന്നതാണെന്ന് വിചാരിക്കാം. മകനെ അല്ലെങ്കിൽ മകളെ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇതുപോലെ വിറകിന്റെ മുകളിൽ കിടന്നപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ഇതേ മന്ത്രം ചൊല്ലി ആ ചിതയ്ക്ക് തീ കൊളുത്തി. അച്ഛൻ്റെ അച്ഛൻ ഇതേപോലെ വിറകത്തിൽ കിടന്നപ്പോ എൻ്റെ അച്ഛൻ ഇതേ മന്ത്രം ചൊല്ലി ഈ വിറകിന് തീ കൊളുത്തി. എൻ്റെ അച്ഛൻ ഇതേ വിറകിന്റെ മുകളിൽ കിടന്നപ്പോൾ ഞാൻ ഇതേ മന്ത്രം ചൊല്ലി ഈ ചിതയ്ക്ക് തീ കൊളുത്തി. ഞാൻ ഇന്ന് ഈ ചിതയിൽ കിടക്കുമ്പോ, പട്ടടയിൽ കിടക്കും, മക്കളെ നിങ്ങൾ അതേ മന്ത്രം ചൊല്ലി എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നു, എൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നു. കാലചക്രം തിരിയുമ്പോൾ നിങ്ങളും ഇതേപോലെ ചിതയുടെ മുകളിൽ കിടക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങളുടെ മക്കൾ ഇതേ മന്ത്രം ചൊല്ലി നിങ്ങളുടെ ചിതയ്ക്ക് തീ കൊളുത്തും. കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക. ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത് ഞാൻ എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. ഏതാനും നിമിഷം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഓർമ്മിക്കുക. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ജീവിതത്തിൽ എന്നും ഓർമ്മിക്കുക. ശവശരീരത്തെ സാക്ഷി നിർത്തി ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് ഒരു കുടത്തിലെ വെള്ളമെടുത്ത് പുറകിൽ നിന്ന് ഓട്ടയുണ്ടാക്കി ആ കുടത്തിലെ വെള്ളം എങ്ങനെയാണോ ഒഴിഞ്ഞു പോകുന്നത്, അതേപോലെ മനുഷ്യന്റെ ജീവാത്മാവ് ആ ശരീരം വിട്ടുപോയി എന്ന് കാണിക്കുന്ന സിംബോളിക് ആയിട്ടുള്ള പ്രസന്റേഷൻ. അതാണ് സത്യം, അതാണ് ജീവിതം. ശ്മശാനത്തിൽ ചൊല്ലുന്ന ഒരു മന്ത്രം വേദത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പിതൃസൂക്തങ്ങളൊക്കെ ഉണ്ട്. ആഗാമന്തു തൈഹസ്രുവന്തു അതിബ്രുവന്തു ദേവന്ത്വസ്മാനാച്യാജാനോ ദക്ഷിണതോ നിഷേധ്യമം യജ്ഞം അഭിഗൃണീഹ വിശ്വേ മാഹിം ശിഷ്ട പിതരക്കേന ചിഹ്നോ യദ്ധ ആകപുരുഷതാ കരാമ ആസീനാസോരണീനാമുപസ്ഥിരയും ദത്തദാശുഷേ മർത്യായ സ്വാദുഷം സദ പിതരോപയോധ കൃശ്രേശ്രിത ശക്തി വന്തോഗപീര ചിത്രസേന ഇഷുബല മൃദ്ര സദോ വീര ഉരവോ വ്രാതസാഹ. ഇതൊക്കെ പിതൃസൂക്താണ്. അതൊക്കെ പിതൃകർമ്മം നടത്തുന്ന സമയത്ത് ഉപയോഗിക്കണം. പട്ടടയിലും ശ്മശാനത്തിലും ഉപയോഗിക്കാവുന്ന 2 മന്ത്രങ്ങളിൽ ഒന്നാണ് ഡെഡ് ബോഡി തൊട്ടുകൊണ്ട് മക്കൾ പറയുന്ന മന്ത്രം. അടുത്ത 18ാമത്തെ മന്ത്രം നല്ല ഗംഭീര.
അഗ്നേനയ സുപദാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേനമ ഉക്തിം വധേമ. നല്ലൊരു മന്ത്രം. അഗ്നി കൊണ്ട് ആ പട്ടട തീ കത്തിക്കുന്ന സമയത്ത് പറയേണ്ട മന്ത്രം അഗ്നേനയ. അല്ലയോ അഗ്നിദേവ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആത്മാവിനെ നല്ല വഴിയിലൂടെ നടത്തണമേ. ആ ജീവാത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കുമ്പോൾ വേദനിക്കാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു ജീവിതം ആത്മാവിന് നൽകണമേ. അഗ്നേനയ സുപദ, നല്ല വഴിയിലൂടെ രായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ, എല്ലാം അറിയാവുന്ന അഗ്നിദേവ, സർവ ചൈതന്യത്തിനും ആധാരമായിട്ടുള്ള അഗ്നിദേവ, എൻ്റെ അകത്ത് ജഡരാഗ്നിയായും പുറത്ത് ബാഹ്യാഗ്നിയായും സൂര്യനിൽ നിൽക്കുന്ന അഗ്നി, ആറ്റമിക് റിയാക്ടറിൽ നിൽക്കുന്ന അഗ്നി, കൽക്കരി കത്തുമ്പോഴുള്ള അഗ്നി, ഘർഷണത്തിലൂടെ ഉണ്ടാകുന്ന അഗ്നി, ഇലക്ട്രിക് സ്പാർക്കിലൂടെ ഉണ്ടാകുന്ന അഗ്നി, പ്രകാശത്തെയും ചൂടിനെയും കോൺസെൻട്രേറ്റ് ലെൻസിലൂടെ ചെയ്താൽ ഉണ്ടാകുന്ന അഗ്നി, അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന അഗ്നിദേവ, ഈ ശരീരം ഞാൻ അങ്ങയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ശരീരം, അമ്മയുടെ ശരീരം, അത് സ്വീകരിച്ച ആത്മാവിനെ നല്ല രീതിയിൽ നടത്തേണമേ. യുയോധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേനമ ഉക്തിം വിധേമ. അഗ്നിദേവ, തൊഴുകയോടെ നിന്നെ പ്രണമിച്ചുകൊണ്ട് നിനക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് പറയുന്നു, എൻ്റെ പിതൃക്കൾക്കും പിതാമഹന്മാർക്കും മഹായോഗികൾക്കും ഭാരതമാതാവിനും നന്മ വരുത്തേണമേ അഗ്നിദേവ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈശാവാസ്യോപനിഷത്ത്. 18 മന്ത്രങ്ങൾ, എത്ര വിവരിച്ചാലും തീരാത്ത ചൈതന്യത്തോടു കൂടിയ മന്ത്രങ്ങൾ. പഠിക്കണം, പഠിക്കണം. ഈ രാഷ്ട്രത്തിന് വേണ്ടി ഇനിയുള്ള ജീവിതത്തിൽ അല്പസമയം മാറ്റിവെക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാനെങ്കിലും സാധിക്കണം. നേതാവാകാൻ സാധിച്ചില്ലെങ്കിലും ഫോളോവറെങ്കിലും രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മുടെ ഋഷിമാര് നമുക്ക് തന്നത്, അത് നശിപ്പിക്കാൻ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഒരുമിച്ച് തീരുന്നു. ന്യൂനപക്ഷത്തിന്റെ പേരിലും കമ്മ്യൂണിസത്തിന്റെ പേരിലും യുക്തിവാദത്തിന്റെ പേരിലും പുരോഗമനവാദത്തിന്റെ പേരിലും ബുദ്ധിജീവികളുടെ പേരിലും ഈ ധർമ്മത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ധർമ്മം RSSകാരുടെയും BJPക്കാരുടെയും മാത്രമാണെന്ന് ധരിപ്പിച്ച് അവര് പോലും ക്ലെയിം ചെയ്യാത്തത് അവർ ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞ് ഈ ധർമ്മത്തെ അവഹേളിക്കുമ്പോൾ ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ 11ാമത്തെ അവതാരം ഇനി വരില്ല, ഞാനും നിങ്ങളുമാണ്. അത് പഠിച്ച് ജ്ഞാനശക്തി തലച്ചോറിലും ഇച്ഛാശക്തി മനസ്സിലും ക്രിയാശക്തി ശരീരത്തിലും വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഈശാവാസ്യോപനിഷത്ത് മനസ്സിലാക്കുക. ഇനിയും ചെറിയ ചെറിയ പുസ്തകങ്ങളും ഉപദേശങ്ങളും ഇതേപോലെ തന്നെ വിവരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. തൊടുകയോടെ ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ഇത് CD-കളിലാക്കിയിട്ട് പെൻഡ്രൈവുകളിലാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അവരോട് ഇത് കോപ്പി എടുത്ത് കൊടുക്കാൻ പറയുക. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അത് അതിലിട്ട് കേൾക്കുക, പഠിക്കാൻ ശ്രമിക്കുക. 2-3 പ്രാവശ്യം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകം എടുത്ത് വായിക്കാൻ നേരമില്ല, മനസ്സിലാക്കാം. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും കാർ ഓടിക്കുമ്പോൾ ട്രാഫിക് ജാം ഉണ്ടാവുന്ന സമയത്ത് ഇതൊക്കെ നല്ല രസമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ട്രാഫിക് ജാം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ബോറിംഗ് ആവില്ല. ഇത് കേൾക്കാൻ സാധിക്കുമല്ലോ വണ്ടി എവിടെയെങ്കിലും നിർത്തുമ്പോൾ എന്നുള്ള സന്തോഷമായിരിക്കുന്നുണ്ടാവുക. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ ഒരു രാഷ്ട്രത്തിൻ്റെ മകനായി മകളായി ജനിക്കുക, അതൊരു ഭാഗ്യമാണ്. 127 കോടി ജനത, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഇവിടെയുണ്ട്. ഈ നാടിന്റെ പൈതൃകം അവരുടെ കൂടി അവകാശമാണ്. ഈ ഈശാവാസ്യോപനിഷത്തും ഭഗവത്ഗീതയും വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇവിടെയുള്ള ജനതയുടെയാണ്. ഇവിടെ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും എന്ന 2 വിഭാഗമേ ഉള്ളൂ. സൗദി അറേബ്യയിൽ നിന്ന് വന്നവരാരും ഇവിടെ ഇല്ല. യെരുശലേമിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വന്നവരാരും ഇവിടെ ഇല്ല. മോസ്കോയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നവരും ആരും ഇവിടെ ഇല്ല. ഒക്കെ ഇവിടെ ഉള്ളവർ തന്നെയാണ്. ആദ്യം പഠിക്കുന്നതിനെ എതിർക്കുന്നവര് നിങ്ങളുടെ മുമ്പിൽ വരും, അവഹേളിക്കുന്നുണ്ടാവും, അപകീർത്തിപ്പെടുത്തുന്നുണ്ടാവും. ഒരു കാര്യം ഉറപ്പാ, ഉറച്ചു നിന്ന് പഠിപ്പിച്ചാൽ നിങ്ങൾ വരുമ്പോൾ നാട്ടുകാർ കൈകൂപ്പി തൊഴാതിരിക്കില്ല.
ഉറച്ചു നിന്ന് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിച്ചാൽ നിങ്ങളെ ബഹുമാനിക്കുന്നവരുണ്ടാവും. അങ്ങനെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരവതാരമായി തീരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ശ്രീകൃഷ്ണനും ബലരാമനും ഒന്നും ആവാൻ ശ്രമിക്കേണ്ട. നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ കഴിഞ്ഞ തലമുറ നിങ്ങളെ ഏൽപ്പിച്ച അറിവ് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. പ്രണാമം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യേവ ച നമസ്സുതായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രകൃതിയെ നിലനിർത്തുന്ന എല്ലാ ഈശ്വര ചൈതന്യത്തിനും, എല്ലാ പിതൃക്കൾക്കും, മഹായോഗികൾക്കും, ഭാരതീയ സംസ്കാരത്തിന്റെ ആധാരശിലകൾ ഉണ്ടാക്കിയ മഹായോഗികൾക്കും, എൻ്റെ അകത്തുള്ള ചൈതന്യത്തിനും പുറത്തുള്ള ചൈതന്യത്തിനും നിത്യമേവ നമോ നമഃ. പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കട്ടെ. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.